നമസ്കാരം, എല്ലാ റീഗൽസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സിവിൽ പോലീസ് ഓഫീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ സിലബസിൽ നിങ്ങൾക്ക് എല്ലാവരും കുറെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ആ കൺഫ്യൂഷൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. സെക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, വെറുതെ ആ പറയുന്ന IPC ഉണ്ടായിരുന്നു, അത് തന്നെ റിപ്പീറ്റ് ചെയ്തേക്കാണ്. പക്ഷേ ആ ഒരു മാറ്റത്തിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പഴയ ആ സെക്ഷൻ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ആ മാറ്റം വന്നതിന്റെ റീസൺ പുതിയ നിയമമാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് എന്ത് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏത് നിയമങ്ങളാണെങ്കിലും സെക്ഷൻ അല്ല പ്രാധാന്യമുള്ളത്. നമ്മൾ പ്രൊവിസോ എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഏത് നിയമം എടുത്തു കഴിഞ്ഞാലും ആ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ആ നിയമം അങ്ങനെ ആകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ടായിരിക്കണം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾ ഇപ്പോഴും സെക്ഷൻ ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണ കുറേ ആളുകൾക്ക് പണി കിട്ടിയതാണ്, വെറുതെ സെക്ഷൻ മാത്രം വായിച്ചിട്ട് പോയി. സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് കണ്ടീഷൻ അതെങ്ങനെയാണ്, അതങ്ങനെ ആവുന്നത്, എന്തുകൊണ്ട് അതങ്ങനെ ആവുന്നു, അങ്ങനെയൊക്കെയുള്ള റീസൺ കൂടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. പിന്നെ ഒരു കാര്യം കൂടി, സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും CPO ആകില്ല. നിങ്ങൾ മനസ്സിലാക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ CPO ആകത്തില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്ന ആളുകളുണ്ട് 16ഉം 17ഉം മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് വാങ്ങിയിട്ടും ബാക്കി സ്കോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ലിസ്റ്റിൽ വരാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. എല്ലാം ബാലൻസ് ചെയ്ത് പോയാലേ പ്രയോജനമുള്ളൂ. ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചതുകൊണ്ട് മാത്രം എന്തായാലും ജോലി കിട്ടാൻ പോകുന്നില്ല. എല്ലാം ഒരുപോലെ തന്നെ പഠിക്കണം. ആദ്യമൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് തീർക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ല കാര്യമാണ്. പക്ഷെ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. 20 മാർക്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പോകരുത്. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ നിയമങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ പുതിയ നിയമങ്ങൾ കൂടി പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ കാണാൻ പറ്റും ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന BNS2 എന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത്. BNS2 എന്ന് നമ്മൾ പറയും. BNS ഫോർ ഭാരതീയ ന്യായ സംഹിത, 2 ഫോർ രണ്ടാമത്തെ ബില്ല് ആയതുകൊണ്ടാണ് കേട്ടോ 2 എന്ന് പറയുന്നത്. ഭാരതീയ ന്യായ സംഹിത 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ബില്ല് ആയതുകൊണ്ടാണ് BNS2 എന്ന് വിളിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി നിയമങ്ങളുടെ കാര്യം, ലോ എന്ന് പറയുന്ന സാധനം കുറച്ച് ബേസ് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വെറുതെ കിടന്ന് പാട്ട് പാടി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സുഖം കിട്ടത്തില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ടൊരു കാര്യം, എന്താണ് ലോ, നിയമം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് 2 തരം നിയമങ്ങളാണുള്ളത്. ലോകത്തിൽ മൊത്തത്തിൽ 2 തരം നിയമങ്ങളാണുള്ളത്. ഒന്ന് സബ്സ്റ്റാൻറ്റീവ് ലോ എന്നും പ്രൊസീജിയർ ലോ എന്നൊക്കെ പറയുന്ന ലോ ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. സബ്സ്റ്റാൻറ്റീവ് ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നിലവിൽ IPC സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. അല്ലെങ്കിൽ പ്രൊസീജിയർ ലോ എന്ന് പറയുന്നത് അത് CRPC പ്രൊസീജിയർ ലോ ആണെന്നൊക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സബ്സ്റ്റാൻറ്റീവ് ലോ എന്നും എന്താണെന്ന് പ്രൊസീജിയർ ലോ എന്നൊക്കെ വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം ലോയെ നമ്മുടെ ഇന്ത്യയിലെ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ 2ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഒന്ന് സിവിൽ ലോ, രണ്ടാമത്തെ ക്രിമിനൽ ലോ. സിവിൽ ലോയും ക്രിമിനൽ ലോയും. എന്താണ് സിവിൽ ലോ, എന്താണ് ക്രിമിനൽ ലോ? സിവിൽ ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിലുള്ള വ്യവഹാരത്തെയാണ് നമ്മൾ സിവിൽ ലോയിൽ ബന്ധപ്പെടുന്നത്. എന്താണ്? 2 വ്യക്തികൾ തമ്മിലുള്ള കേസോ വഴക്കോ എന്തോ ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് എന്തിനകത്ത് വരാൻ പോകുന്നത്? സിവിൽ നിയമങ്ങൾക്കകത്ത് വരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു വ്യക്തിയുടെ അതിർത്തി കയ്യേറുകയാണ്, അല്ലെങ്കിൽ വസ്തു കയ്യേറി എന്തെങ്കിലും എടുക്കുകയാണ്, അങ്ങനെയൊക്കെ വരുന്നതൊക്കെ എന്താ? സിവിൽ നിയമമാണ്. അത് ഞാനും ആ വ്യക്തിയും തമ്മിൽ മാത്രം വരുന്ന പ്രശ്നമാണ്. വസ്തു തർക്കം, പൈസ കൊടുത്ത പണമിടപാട്, അതല്ല ചീറ്റിംഗ് ഒക്കെ വേറെ സെക്ഷൻ വരും. അതല്ലാതെയുള്ള കാര്യങ്ങളെല്ലാം എന്തിനകത്താണ് വരുന്നത്? സിവിൽ നിയമങ്ങളാണ്. അപ്പൊ സിവിൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? 2 വ്യക്തികൾ തമ്മിലുള്ളതാണ് സിവിൽ നിയമം എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്രിമിനൽ നിയമം? അത് ആ പേരിൽ തന്നെയുണ്ട്. ക്രിമിനൽ ഒഫൻസുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യവഹാരങ്ങളാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഒരുത്തന്നെ തലയടിച്ച് പൊട്ടിക്കുകയാണ്, അത് ഞാനും അവനും തമ്മിലുള്ള വ്യവഹാരമല്ലേ? അല്ലെങ്കിൽ ഞാൻ ഒരുത്തന്നെ തെറി വിളിക്കുകയാണ്, അപ്പൊ ഞാൻ അവനല്ലേ തെറി വിളിച്ചത്, ഞാൻ അവനും തമ്മിലുള്ള പ്രശ്നമല്ലേ? അപ്പൊ അതെന്താ സിവിൽ നിയമം ആകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്രൈം, ഒരു ഒഫൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് അത് സൊസൈറ്റിക്കെതിരെയാണെന്നാണ്. എന്താണ്? ഒരു ഒഫൻസ് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് അത് ആർക്കെതിരെ ചെയ്യുന്നതാണ്? ഞാൻ ഒരുത്തന്റെ തലയടിച്ച് പൊട്ടിച്ചാലും സൊസൈറ്റിക്കെതിരെയുള്ള ഒരു ഒഫൻസ് ആയിട്ടാണ്, ഒരു ക്രൈം ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരു ഒഫൻസ് എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പോൾ സിവിൽ നിയമം എന്ന് പറയുമ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള വ്യവഹാരമാണ് സിവിൽ നിയമം എന്ന് പറയുന്നത്. ക്രിമിനൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മിക്കപ്പോഴും വ്യക്തിയും സൊസൈറ്റിയും തമ്മിലുള്ള പ്രശ്നമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാനും സൊസൈറ്റി തമ്മിൽ അടികൂടുന്നതല്ല, ആ പ്രസ്തുത വിഷയം ആരുടെ കൺസേൺ ആയിരിക്കും? നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. ആ വിഷയം സമൂഹത്തെ ബാധിക്കുന്ന, അതൊരു ക്രിമിനൽ
ക്രിമിനൽ ആണ്, അല്ലെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്, നാളെ അത് വീണ്ടും നമ്മുടെ സമൂഹത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അമർച്ച ചെയ്യേണ്ടത്, അത് ഒഴിവാക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? നമ്മുടെ സൊസൈറ്റിയുടെ ബാധ്യതയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിനെപ്പോഴും നമ്മൾ വാദിയായിട്ട് നമുക്ക് വരുന്ന എപ്പോഴാണ് നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കും, നിങ്ങൾ പോലീസുകാരൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത്തരത്തിലുള്ള കേസുകൾ, ക്രിമിനൽ കേസുകൾ സ്റ്റേറ്റ് ആണ്. ഇപ്പം ഞാൻ ഒരുത്തൻ്റെ തലയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ വരാൻ പോകുന്ന ആരാണ്? സ്റ്റേറ്റ് ആണ്. ഞാൻ സ്റ്റേറ്റിനെതിരെയാണ് വാദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് എനിക്കെതിരെ വാദിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ എന്നെ അമർച്ച ചെയ്യേണ്ടത് ആരുടെ ആവശ്യമാണ്? സ്റ്റേറ്റിന്റെ ആവശ്യമാണ്. അപ്പോൾ സിമ്പിൾ കാര്യം പറഞ്ഞതാണ്, നമുക്കതൊന്നും ആവശ്യമില്ല. അപ്പോൾ സിവിൽ നിയമങ്ങളും ഉണ്ട്, എന്തുണ്ട്, നമ്മുടെ ക്രിമിനൽ നിയമങ്ങളും ഉണ്ട്. അതല്ലാതെ രണ്ട് തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതാണ്? സബ്സ്റ്റാൻറ്റീവ് ഉണ്ട്, പ്രൊസീജിയറിലുണ്ട്. സബ്സ്റ്റാൻറ്റീവിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ IPC യും BNS ഒക്കെ സബ്സ്റ്റാൻറ്റീവ് ആണ്. പ്രൊസീജിയറിന് ചോദിച്ചു കഴിഞ്ഞാൽ CRPC. അത് പേര് തന്നെയുണ്ട്, പ്രൊസീജിയർ ആണ്. ഒരു ക്രൈമിനെ ഡിഫൈൻ ചെയ്യുന്നതിന് ഡിസ്ക്രിപ്ഷൻ ഒക്കെ പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സബ്സ്റ്റാൻറ്റീവ് ആണ്. അതെന്താണ് ക്രൈം? ഇന്നത് മർഡർ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, കൊലപാതകം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, കുറ്റകരമായ നരഹത്യ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുന്നത് ഇതാണ്. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പോകുമ്പോൾ അവരുടെ ലയബിലിറ്റീസും അവൻ്റെ ഡ്യൂട്ടീസും അവൻ്റെ റൈറ്റ്സും ഒക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന നിയമങ്ങളെയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് വിളിക്കുന്നത്. പ്രൊസീജിയർ ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ നടപ്പിലാക്കലാണ്. ഏത്? ആ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതികളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊസീജിയർ ലോ എന്ന്. അതുകൊണ്ടാണ് CRPC നമ്മൾ എന്ത് ലോ എന്ന് പറയുന്നത്? പ്രൊസീജിയർ ലോ. ഇത് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് CRPC വരുമ്പോൾ പറയും. ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റാൻറ്റീവും പ്രൊസീജിയറും ഒന്നും പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയത്. നമുക്ക് ഈ പറയുന്ന സിവിൽ ലോയും ക്രിമിനൽ ലോയും ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്കൊരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ BNS അവിടെ നിൽക്കട്ടെ. BNSന് മുമ്പ് നമുക്കിവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു അല്ലേ? എന്താ നിയമത്തിന്റെ പേര്? IPC എന്നായിരുന്നു അതിന്റെ പേര്. എന്താ? ഇന്ത്യൻ പീനൽ കോഡ്, അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം. നിങ്ങൾ നിയമം പറയുമ്പോൾ വർഷം കൂടി ചേർത്ത് വേണം പറഞ്ഞു പഠിക്കണം കേട്ടോ. ഇന്ത്യൻ പീനൽ കോഡ് 1860, IPC 1860 എന്നൊരു നിയമമായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത് അല്ലേ? IPC 1800 എന്ന് പറയുന്ന നിയമമായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. എന്താണ് IPC എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ കുറേ ഒഫൻസുകളുണ്ട് അല്ലേ? നമ്മുടെ രാജ്യത്ത്, ലോകത്തെ എല്ലായിടത്തും കുറേ കുറ്റങ്ങളുണ്ട്. ആ കുറ്റങ്ങൾ ചെയ്താലുള്ള ശിക്ഷകളും പറയുന്ന ഒരു പുസ്തകമാണ് IPC എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, മാറിയല്ലോ. അപ്പോൾ IPC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്ത് കുറേ കുറ്റങ്ങളുണ്ട്, ആ കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ ശിക്ഷകളുണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യക്തമായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന, അത് ഡിസ്ക്രിപ്റ്റീവ് രൂപത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു അല്ലേ? പുസ്തകമായിരുന്നു IPC എന്ന് പറയുന്നത്. IPC 1860 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? IPC BNSലും അത് തന്നെയാണ്. ഇനി IPCയുടെ കുറച്ച് ഹിസ്റ്ററി പറഞ്ഞിട്ട് നമുക്ക് BNSലേക്ക് പോകാം. IPC ആരാണ്? IPCയുടെ പിന്നിൽ IPCയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, പിതാവ് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ പേര് പറഞ്ഞാൽ മതി, അത് ലോർഡ് മെക്കാളയാണ്. ആരാണ്? ലോർഡ് മെക്കാളയാണ് IPCയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആള്. ആരാണ്? ലോർഡ് മെക്കാളയാണ് IPCയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആള്. ഓക്കെ ആണല്ലോ? ചിലപ്പോൾ ചോദിച്ചോളാം കേട്ടോ, പറയാൻ പറ്റില്ല. ലോർഡ് മെക്കാളയാണ് നമ്മുടെ IPCയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആള്. ഓക്കെ ആണല്ലോ? ഏത് കമ്മീഷനാണ് ഈ IPC എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന നിയമസംഹിത വരാൻ റീസൺ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു നിയമ കമ്മീഷൻ ഉണ്ടായിരുന്നു അല്ലേ? ആ നിയമ കമ്മീഷന്റെ പേരാണ് മെക്കാളെ കമ്മീഷൻ. 1834 മെക്കാളെ കമ്മീഷനാണ് എന്ത് ഉണ്ടാക്കിയത്? നമ്മുടെ IPCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച കമ്മീഷൻ. അപ്പൊ നമ്മുടെ IPCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച കമ്മീഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഏത് കമ്മീഷനാ? 1834 മെക്കാളെ കമ്മീഷനാണ്. ഓക്കെ ആണല്ലോ? അതിന് കാരണമായ ഒരു ആക്ട് ഉണ്ട്, അത് 1833 ചാർട്ടർ ആക്ട് ആണ്. ഞാൻ ചാർട്ടർ ആക്ട് ഒക്കെ പറഞ്ഞിട്ടുള്ള ഓരോ 20 വർഷം കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട് ആണ്. 833, 853 അങ്ങനെ 20 വർഷം കൂടുമ്പോൾ തോറും വന്നുകൊണ്ടിരുന്ന ഒരു ആക്ട് ആണ്. അവിടെ പണ്ട് മുതലേ വന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴില്ല കേട്ടോ, മുമ്പുണ്ടായിരുന്നതാണ്. അപ്പോൾ 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് 1834 മെക്കാളെ കമ്മീഷൻ വന്നത്. ആ മെക്കാളെ കമ്മീഷന്റെ ഫലമായിട്ടാണ് 1860 IPC വന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 1860 IPC നിലവിൽ വന്നത്. അല്ല, IPC നിലവിൽ വന്നത് 1862 ജനുവരി 1. ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 1862 ജനുവരി 1 1862 ജനുവരി 1 ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്. 1862 ജനുവരി 1 ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്. ഇപ്പൊ അത് വലിയ പ്രാധാന്യമില്ല, ചിലപ്പോൾ ചോദിച്ചോളാം, പറയാൻ പറ്റൂല. അപ്പൊ കുറച്ച് പോയിന്റുകളെ പറഞ്ഞു. മെക്കാളയാണ് എന്ത്? നമ്മുടെ ആദ്യത്തെ
ഈ പറയുന്ന ഏത് കമ്മീഷൻ, നമ്മുടെ ഈ പറയുന്ന IPC എന്ന് പറയുന്ന സാധനം, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന നിയമസംഹിത വരാൻ കാരണമായ കമ്മീഷൻ എന്ന് പറയുന്നത് മെക്കാളെ കമ്മീഷനാണ്. 1834 അതിന് കാരണമായ ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1833 ചാർട്ടർ ആക്ട് ആണ് കേട്ടോ. 1833 ചാർട്ടർ ആക്ട് ആണ്. ഇനി 1862 ജനുവരി 1-നാണ് 1862 ജനുവരി 1-നാണ് എന്ത് വന്നത്? ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി കാനിങ് എന്നൊക്കെ അറിയായിരിക്കും, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. വൈസ്രോയുടെ കാര്യമൊന്നും പറയുന്നില്ല, അത് ഇപ്പോൾ ഇല്ലാത്തൊരു നിയമമായതുകൊണ്ടാണ് ഡീറ്റെയിലേക്കൊന്നും പോകുന്നത്. നമ്മുടെ നിലവിൽ ഇനി അതിനകത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യം കൂടെ പറയണം. IPCയുടെ കാര്യം പറയുമ്പോൾ IPCയിൽ എത്ര ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു, എത്ര സെക്ഷനുകൾ ഉണ്ടായിരുന്നു, അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. IPCയിൽ മൊത്തം 23 ചാപ്റ്ററുകളായിരുന്നു IPCയിൽ ഉണ്ടായിരുന്നത്. എന്താണ്? 23 അധ്യായങ്ങളായിരുന്നു ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നത്. 23 അധ്യായങ്ങളിലായി 511 സെക്ഷനുകൾ. 23 അധ്യായങ്ങളിലായിട്ട് 511 സെക്ഷനുകളാണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നത്. 511 സെക്ഷനുകൾ. എത്ര അധ്യായങ്ങളിലായിട്ട്? 23 അധ്യായങ്ങളിലായിട്ട് മൊത്തം 511 സെക്ഷനുകളായിരുന്നു ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, 1862 ജനുവരി 1. കമ്മീഷൻ മറക്കണ്ട, മെക്കാളെ കമ്മീഷനാണ്. അപ്പോ 1862 ജനുവരി 1 വന്ന IPCയിൽ മൊത്തം 23 അധ്യായങ്ങളായ 511 സെക്ഷനുകൾ. ഇനി അതത്രയും മതി, നമുക്ക് തൽക്കാലം അത് അത്രയും മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകൾ ഇനി അങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ പറയും. ഇനി നമ്മുടെ പുതിയ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത, BNS 2 എന്ന് നമ്മൾ പറയും കേട്ടോ. നമ്മൾ IPC പറയുന്ന കണക്ക് നിങ്ങൾ പറഞ്ഞു പഠിക്കേണ്ടത് BNS 2 എന്നാണ്. BNS 2 ഭാരതീയ ന്യായ സംഹിത എന്നാ ഇത് വന്നതെന്നാണ് ഫസ്റ്റ് ചോദ്യം. 3 ഡേറ്റുകൾ പഠിക്കുക. ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2023 ഡിസംബർ 20, ഡിസംബർ 21, ഡിസംബർ 25. 2023 ഈ കഴിഞ്ഞ മാസമാണ്. ഈ കഴിഞ്ഞ മാസം 2023 ഡിസംബർ 20, ഡിസംബർ 21, ഡിസംബർ 25 എന്നിങ്ങനെ 3 ഡേറ്റ്. എന്താ ആ ഡേറ്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസംബർ 20-നാണ് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയും അത് പാസ്സാകുകയും ചെയ്തത്. അവതരിപ്പിച്ചത് ഡിസംബർ 20-നല്ല, അവതരിപ്പിച്ചത് ഡിസംബർ 12-നാണ്. അവതരിപ്പിച്ചത് ഡിസംബർ 12-നാണ് ലോക്സഭയിൽ. അത് പാസ്സാകുന്നത്, ലോക്സഭയിൽ പാസ്സാകുന്നത് 2023 ഡിസംബർ 20. ഡിസംബർ 21-ന് രാജ്യസഭയിൽ അത് പാസ്സാകും. ഡിസംബർ 25-ന് അത് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടും. ഓക്കെ ആണല്ലോ? ഡിസംബർ 12-നാണ് ലോക്സഭയിൽ അത് അവതരിപ്പിച്ചത്. ആരവതരിപ്പിച്ചു? നമ്മുടെ അമിത്ഷായാണ് അവതരിപ്പിച്ചത്. ഡിസംബർ 12-ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ഡിസംബർ 20-ന് ലോക്സഭ അത് പാസ്സാക്കുന്നു. 21-ന് രാജ്യസഭ അത് പാസ്സാക്കുന്നു. 25-ന് രാഷ്ട്രപതി ആ ബില്ലിൽ ഒപ്പുവെക്കുന്നു. ഓക്കെ ആണല്ലോ? രാഷ്ട്രപതി ആ ബില്ലിൽ ഒപ്പുവെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അത് നിയമമായി എന്നുള്ളതാണ്. ഇനി പറയുന്ന നിയമമായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ BNS വെച്ചിട്ടാണോ നമ്മൾ സ്റ്റേഷനിലോ കേസൊക്കെ ഇടുന്നത്? അല്ല കേട്ടോ, ഇപ്പോഴും IPC തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം നടപ്പിലാക്കിയെടുക്കാൻ ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന എല്ലാം സിസ്റ്റത്തിലാണ്, ഓൺലൈൻ ആണല്ലേ. അപ്പൊ ഇതെല്ലാം നടപ്പിലാക്കി വരാനായിട്ട് മിക്കവാറും 1 വർഷം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോലീസുകാർക്കും എല്ലാവർക്കും ഇതിനെ ട്രെയിനിങ് ഇനി ഒന്നുകൂടി കൊടുക്കണം. കാരണം പഴയ നിയമമാണല്ലോ അവർ പഠിച്ചിരിക്കുന്നത്. കുറച്ച് കാര്യമായ മാറ്റങ്ങൾ BNS-ലുണ്ട്. BNS-ലുള്ള എല്ലാ നിയമങ്ങളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ട്രെയിനിങ് ഒക്കെ എല്ലാവർക്കും വരും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം, അടുത്ത വർഷം 2024 ഡിസംബർ വരെ ടൈം കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയാത്തത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഡേറ്റുകൾ 1862 ജനുവരി 1-നാണ് IPC വന്നത്. ഓക്കെ ആണല്ലോ? 2023 ഡിസംബർ 20 ലോക്സഭ, 21 രാജ്യസഭ, 25 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ആരാണ് ബില്ല് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷായാണ് ബില്ല് അവതരിപ്പിച്ചത്. IPCയിൽ 23 ചാപ്റ്ററുകളായി 511 സെക്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയില് 20 ചാപ്റ്ററുകളായി 358 സെക്ഷനുകളാണ് ഉള്ളത്. എന്താണ്? 20 ചാപ്റ്ററുകളിലായിട്ട് 358 സെക്ഷനുകളാണുള്ളത്. മൊത്തം ചാപ്റ്ററുകളുടെ എണ്ണം, അധ്യായങ്ങളുടെ എണ്ണം 20 ആണ്. അധ്യായങ്ങളുടെ എണ്ണം 20 ആണ്. എത്ര സെക്ഷനുകളുണ്ട്? 358 സെക്ഷനുകളാണുള്ളത്. ഒന്ന് നോക്കി. ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിനോടെ നിങ്ങൾ ജസ്റ്റ് ഒന്നെങ്കിൽ പോസ് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഡിസംബർ 20, 21, 25 മൊത്തം 20 അധ്യായങ്ങളിലായിട്ട് 358 സെക്ഷനുകൾ. ഇതാണ് നമ്മുടെ BNS 2-ൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി പ്രധാനപ്പെട്ട അധ്യായങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലം പ്രധാനപ്പെട്ട അധ്യായങ്ങളൊന്നും പോകുന്നില്ല, നേരെ. കാരണം നമ്മൾ എല്ലാം എടുത്തു പോകണമല്ലോ. പ്രധാനപ്പെട്ട അധ്യായങ്ങളെല്ലാം നമ്മൾ പറയും. സിലബസിൽ ഇല്ലാത്ത 1-2 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ തവണയും ചെയ്തതാണ്. സിലബസിൽ ഇല്ലാത്ത കുറച്ച് സെക്ഷനുകളിലൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് പറയും. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട്
അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ സിലബസ് തുടങ്ങുന്നേ ഉള്ളൂ. സിലബസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ സെക്ഷനിൽ തന്നെയാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ സിലബസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, പുതിയ ആളുകൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഓടി നടന്ന് പഠിച്ചൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന്റെ പേരാണ് ചാപ്റ്റർ 3 പറയുന്ന ജനറൽ എക്സെപ്ഷൻ. ചാപ്റ്റർ 3 പറയുന്ന ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഭാഗം, ജനറൽ എക്സെപ്ഷന്റെ മലയാളം പൊതുവായ ഒഴിവാക്കലുകൾ. എന്താണ്? പൊതുവായ ഒഴിവാക്കലുകൾ. അധ്യായം 3 പറയുന്നത് പൊതുവായ ഒഴിവാക്കൽ. ജനറൽ എക്സെപ്ഷൻ എന്നോ ജനറൽ ഡിഫൻസ് എന്നോ പ്രൈവറ്റ് ഡിഫൻസ് എന്നോ ഒക്കെ പറയാവുന്ന ഭാഗമാണ് ജനറൽ എക്സെപ്ഷൻ. നോക്കിയടാ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ആരൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഉറപ്പായിട്ടും അവന് ശിക്ഷ കിട്ടും. ഇന്ത്യയിൽ ഏതൊരു വ്യക്തി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാലും അയാൾക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. പക്ഷേ നമ്മുടെ ഈ അധ്യായം 3 പറയുന്നുണ്ട്, നിങ്ങൾ കുറ്റമൊക്കെ ചെയ്താലും, എന്താണ് ഞാൻ പറഞ്ഞു, കുറ്റം ചെയ്താൽ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. ഇന്ത്യൻ IPC ആയാലും BNS ആയാലും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും തരുന്നില്ല. പക്ഷേ നമ്മുടെ ഈ ചാപ്റ്റർ 3 പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടില്ല. അതായത് ചില കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അത് കുറ്റമാണെങ്കിൽ കൂടിയും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രൊവിസോ അല്ലെങ്കിൽ കണ്ടീഷൻ, അതിനുള്ള സാഹചര്യം നമ്മുടെ IPC ആണെങ്കിലും BNS ആണെങ്കിലും കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞ ജനറൽ എക്സെപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കുറ്റം ചെയ്താൽ പോലും നിങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് നമ്മുടെ ചാപ്റ്റർ 3 കൃത്യമായിട്ട് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചാപ്റ്റർ 3 ജനറൽ എക്സെപ്ഷൻ ആണ് പൊതുവായ ഒഴിവാക്കലുകൾ. എന്തിൽ നിന്നുള്ള ഒഴിവാക്കലാണ്? ശിക്ഷയിൽ നിന്നുള്ള ഒഴിവാക്കൽ. ഈ ചാപ്റ്റർ 3 കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചാപ്റ്റർ 3 പറയുന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടീഷനുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിൽ നിങ്ങളെ താൽക്കാലികമായിട്ടല്ല, നിങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 3. ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2 ഒക്കെ എന്തോ ആയിരിക്കും, ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ചാപ്റ്റർ 1 നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, എല്ലാത്തിൻ്റെയും ചാപ്റ്റർ 1 എന്ന് പറയുന്നത് പ്രിലിമിനറി ആമുഖമായിരിക്കും. പ്രിലിമിനറി ഇതിനകത്ത് ടൈറ്റില്, കമൻസ്മെന്റ്, അതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമൊന്നുള്ള കാര്യമല്ല. അപ്പൊ ചാപ്റ്റർ 1 ഏതിന്റെ ചാപ്റ്റർ 1? BNS 1ന്റെ ചാപ്റ്റർ 1 ആണെങ്കിലും IPCയുടെ ചാപ്റ്റർ 1 ആണെങ്കിലും എന്താ ഉള്ളത്? പ്രിലിമിനറി ആമുഖമാണുള്ളത്. സെക്ഷൻ 1 to 3 വരെയാണ് ഇത് പറയുന്നത് കേട്ടോ. സെക്ഷൻ 1 മുതൽ 3 വരെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആമുഖം. അതായത് എന്തുവാണ് ഈ പുസ്തകത്തിനെ കുറിച്ച്, പുസ്തകത്തിന്റെ പേരെന്താണ്, പുസ്തകത്തിലെ കാര്യങ്ങൾ എന്താണ്, ഡെഫിനിഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ട്. സെക്ഷൻ 1 മുതൽ 3 വരെ. അപ്പോൾ ചാപ്റ്റർ 1 എന്താ? പ്രിലിമിനറി ആമുഖമായിട്ട്. എല്ലാ പുസ്തകവും നിങ്ങൾ ഏത് ബുക്ക് എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആമുഖം ഉണ്ടായിരിക്കത്തില്ലേ, അതിനകത്ത് എന്തൊക്കെയാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ആമുഖം ഉണ്ടാകത്തില്ലേ. അപ്പൊ നിങ്ങൾ ഏത് നിയമം പഠിച്ചു കഴിഞ്ഞാലും ചാപ്റ്റർ 1 വരുന്നത് ആമുഖമാണ്. സെക്ഷൻ 1 മുതൽ 3 വരെയാണ്. അപ്പൊ ചാപ്റ്റർ 2 പറയുന്ന ശിക്ഷകളെ കുറിച്ചാണ്. നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ല. അപ്പൊ ചാപ്റ്റർ 1 പ്രിലിമിനറി ആമുഖമാണ് പറയുന്നതെങ്കിൽ ചാപ്റ്റർ 2 പറയുന്നത് ശിക്ഷകളെ കുറിച്ചാണ് കേട്ടോ. ശിക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെ ശിക്ഷകൾ? ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഏത്? ക്യാപിറ്റൽ പണിഷ്മെന്റ് വരും, പിന്നെ ജീവപര്യന്തം തടവ് വരും, അങ്ങനെ നമ്മൾ ഫൈൻ വരുന്നുണ്ട്, ഇപ്പോൾ പുതുതായിട്ട് സോഷ്യൽ സർവീസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശിക്ഷകൾ എന്ന രീതിയിൽ ചാപ്റ്റർ 2 4 മുതൽ 13 വരെയുള്ള സെക്ഷനിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? 13 വരെയുള്ള സെക്ഷനിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ശിക്ഷകളെ കുറിച്ച് പറയുന്നത്. നമുക്ക് തൽക്കാലം അതിന്റെ ആവശ്യമില്ല, പോകുന്ന പോക്കിന് ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. അപ്പൊ ചാപ്റ്റർ 1 പ്രിലിമിനറി ആണ്. ചാപ്റ്റർ 2 ശിക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. നേരത്തെ ചാപ്റ്റർ 2 അല്ലായിരുന്നു ശിക്ഷ കേട്ടോ. അപ്പൊ ചാപ്റ്റർ 2 ശിക്ഷകളെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 4 മുതൽ സെക്ഷൻ 13 വരെയാണ്. സെക്ഷൻ 13 വരെയാണ് ശിക്ഷകൾ. ഏതൊക്കെ ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ല, ഏറ്റവും മുകളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതിന് താഴേക്ക് ജീവപര്യന്തം തടവ്, അല്ലെ, മരണം വരെയുള്ള ജീവപര്യന്തം തടവ്, പിന്നെ അങ്ങോട്ട് താഴോട്ട് ഓരോ ശിക്ഷകൾ പറയുന്നുള്ളൂ. അതൊക്കെ ഏതൊക്കെ ശിക്ഷകളാണ്? പുതിയൊരു ശിക്ഷയും കൂടെ വന്നിട്ടുണ്ട്. അത്തരം ശിക്ഷകളെ കുറിച്ച് ഏതൊക്കെ സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 4 മുതൽ സെക്ഷൻ 13 വരെയുള്ള സെക്ഷനിലാണ് ശിക്ഷകളെ കുറിച്ച് പറയുന്നത്. നമുക്ക് വേണ്ട, ഔട്ട് ഓഫ് ദ ബോക്സ്, ഔട്ട് ഓഫ് ടോപ്പിക് ആണ്, നമ്മൾ അവിടെ നിൽക്കുകയാണ്. ഇനി അധ്യായം 3 ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജനറൽ എക്സെപ്ഷൻസ് ആണ്. ഓക്കെ, നമ്മൾ അതിലേക്ക് അങ്ങ് പോവുകയാണ്. വെറുതെ സമയം കളയണ്ട. ഓക്കെ, തുടങ്ങുന്നത് 19 എങ്കിലും നമ്മുടെ സിലബസിൽ 19 തുടങ്ങുന്നത്. സെക്ഷൻ 14 മുതലാണ് എന്ത് തുടങ്ങുന്നത്? ഈ പറയുന്ന ജനറൽ എക്സെപ്ഷൻ തുടങ്ങുന്നത്. 14 മുതൽ 44 വരെയുള്ള സെക്ഷൻ,
14 മുതൽ 44 വരെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. പൊതുവായ ഒഴിവാക്കലുകൾ എവിടെ മുതലാ തുടങ്ങുന്നത്? സെക്ഷൻ 14 മുതൽ സെക്ഷൻ 44 വരെ ജനറൽ എക്സെപ്ഷൻ ആണ് പറയുന്നത്. പൊതുവായ ഒഴിവാക്കലുകളെ കുറിച്ചാണ് എന്ത് പറയുന്നത്? നമ്മുടെ സെക്ഷൻ 14 മുതൽ സെക്ഷൻ 44 വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ മാറ്റമാണ് ഈ പറഞ്ഞ ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 14 നിന്നൊന്നും അല്ല നമ്മൾ തുടങ്ങുന്നത് 19 നിന്നാണ്. കാരണം നമുക്ക് 14 മുതൽ 18 വരെ ആവശ്യമുള്ള സെക്ഷനില്ല, കാരണം നിങ്ങളുടെ സിലബസിലില്ല. 19 നെസസിറ്റി, അനിവാര്യത. നിങ്ങളുടെ ഈ പറയുന്ന BNS-ൽ നെസസിറ്റി ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ, ഇത് എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. അനിവാര്യത വകുപ്പ് 19 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിവാര്യത, നെസസിറ്റി എന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ വകുപ്പ് 19 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെസസിറ്റി ആണ് അല്ലെങ്കിൽ അനിവാര്യതയാണെന്ന് ഓർക്കണം. എന്ത് അനിവാര്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, സിമ്പിൾ സാധനമാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ അപകടം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ അപകടം നടക്കാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ ആയിട്ട് വലിയൊരു തീപിടുത്തം, നമ്മൾ സ്ഥിരം പറയുന്ന എക്സാമ്പിളാണ് വലിയൊരു തീപിടുത്തം. അപ്പൊ ആ തീപിടുത്തത്തിനെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മുടെ ടൈറ്റാനിക് കപ്പൽ അല്ലേ, ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിക്കുന്ന സംഭവം ഓർമ്മയുണ്ടല്ലോ. ആ മഞ്ഞുമലയിൽ ഇടിക്കുന്ന സമയത്ത് വെട്ടിച്ചു മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? ആ കപ്പൽ മൊത്തത്തിൽ പൊളിഞ്ഞു പോയി. പക്ഷെ അയാൾ ചെയ്തെന്താ? വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടി വണ്ടി തിരിച്ചതാണ്, പക്ഷെ അബദ്ധം പറ്റിപ്പോയി. അപ്പൊ ഈ സെക്ഷൻ 19 അനിവാര്യത പറയുന്നത് വലിയൊരു അപകടം തടയാനായിട്ട്, ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കുറ്റം, ചെറിയൊരു പ്രവൃത്തി, അത് ചിലപ്പം ഒഫൻസ് ആയിരിക്കും, ചിലപ്പോൾ ഒഫൻസ് അല്ലാതാകാം. അങ്ങനെയുള്ള എന്തെങ്കിലും കുറ്റം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 19 ഉപയോഗിച്ച് നിങ്ങൾക്കൊരു എക്സെപ്ഷൻ കിട്ടും എന്ന് പറയും. അതാണ് സെക്ഷൻ 19. അപ്പൊ സെക്ഷൻ 19 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സിമ്പിൾ എക്സാമ്പിൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതാ കാണിച്ചിട്ടുണ്ട്, ഇതാണ് സെക്ഷൻ 19. നിങ്ങൾ ഇങ്ങനെ വഴി കൂടെ പോവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിലോ വീട്ടിലോ അങ്ങ് പോകുന്ന വഴിക്ക് ഒരു ഡോറിനകത്തുനിന്ന് ഭയങ്കര നിലവിളി കേൾക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ ആരോ കിടന്ന് നിലവിളിക്കുകയാണ്. നിങ്ങൾ ഓടി ചെന്നിട്ട് കുറച്ചു നേരം നോക്കിയിട്ടും രക്ഷയൊന്നുമില്ല. ഇതൊക്കെ തുറക്കാനൊക്കെ നോക്കി, ഡോർ ലോക്കൊക്കെ തുറക്കാൻ നോക്കി, ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരു ചവിട്ട് അങ്ങോട്ട് കൊടുത്തു. ചവിട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ പറയുന്ന വാതിൽ ഉൾപ്പെടെ പൊളിഞ്ഞങ്ങ് പോയി. എന്നിട്ട് അതിനകത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയെ നിങ്ങൾ രക്ഷിച്ചു എന്ന് പറയാം. പക്ഷെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് അറിയാത്തൊരു വീടാണ്, അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. നിങ്ങൾ ആ വീടിന്റെ ഡോറ് പൊളിച്ചു. ഡോറ് പൊളിക്കുക എന്ന് പറയുന്ന ഒരു ഒഫൻസ് ആണ് അല്ലേ, അതൊരു കുറ്റമാണ്. പക്ഷേ നിങ്ങൾ ആ കുറ്റം ചെയ്തത് എന്തിനു വേണ്ടിയാ? ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലെ, ഒരു ഗ്രേറ്റർ ഹാം, ഒരു വലിയ അപകടം. കാരണം അതിനകത്തൊരു കുട്ടി ഉണ്ട് എന്ന് മനസ്സിലായി. ആ കുട്ടിയെ നമ്മൾ മാക്സിമം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അല്ലെ. അപ്പൊ മാക്സിമം നമ്മൾ നോക്കി പൂട്ട് തുറക്കാനൊക്കെ നമ്മൾ നോക്കി, നടന്നില്ല. പക്ഷേ അവസാനം ആ ഒരു ഒഫൻസ്, അതൊരു ഒഫൻസ് ആണ്, ചവിട്ടി പൊളിക്കുക എന്ന് പറയുന്ന ഒഫൻസ് ആണ്, പക്ഷെ അത് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഒരു ഗ്രേറ്റർ ഹാം, വലിയൊരു ഹാനി ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന ചെറിയൊരു തെറ്റിനെയാണ് നമ്മൾ, അങ്ങനെ ചെറിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൻ 19 എക്സെപ്ഷൻ വെച്ചിട്ട് രക്ഷപ്പെടാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ക്രിമിനൽ ആക്ടുകളൊന്നും ചെയ്യരുത്. ഇതിന് കുറെ കണ്ടീഷൻ, പ്രൊവിസോ എന്ന് പറയുന്ന സാധനം എല്ലാത്തിനും ഉണ്ട്. ഓക്കെ, എക്സാം ഞാൻ വായിച്ചു നോക്കട്ടോ. ഹാനി ഒഴിവാക്കാൻ ഇടയുള്ളത് ഇതുപോലെ തന്നെ പഠിക്കരുത്. ഇതൊക്കെ അതുപോലെ തന്നെ IPC ഒക്കെ എടുത്ത് വെച്ച സാധനമാണ്. ഹാനി ഒഴിവാക്കാൻ ഇടയുള്ള കുറ്റോദ്ദേശം കൂടാതെ മറ്റ് ഹാനി ഇടാൻ വേണ്ടി തടയുന്നതായിട്ടുള്ള സാധനം. ഇങ്ങനെയൊന്നും ഓർക്കേണ്ട യാതൊരു ആവശ്യമില്ല. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറെ വീടുകൾക്ക് തീ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ ഓഫ് ഹൗസസ് ആണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, വീടുകൾ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ഇത് കത്തി അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു JCB എടുത്തിട്ട് അതിന്റെ ഇടയ്ക്കിരിക്കുന്ന ഒരു വീട് തട്ടി അങ്ങ് മാറ്റി. അപ്പോൾ അവിടെ ഫയർ അവിടെ ബ്രേക്ക് ആയി. പിന്നെ അങ്ങോട്ട് ഫയർ പോയില്ല. പക്ഷേ ആ വീട്ടുടമ വന്നിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കുകയാണ്. എന്ത്? അയാളുടെ വീട് ഇടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കോർട്ടിൽ എന്ത് പറയും? സാർ, സെക്ഷൻ 19 നെസസിറ്റി, അനിവാര്യത, എനിക്ക് ആ വലിയ അപകടം ഒഴിവാക്കാനായിട്ട് ആ ചെറിയൊരു കുറ്റം ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് ഗ്രേറ്റർ ഹാം ഒഴിവായി, ബാക്കി വീടുകൾ കത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എന്നെ ഒഴിവാക്കും, എന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. അതാണ് വകുപ്പ് 19 എന്ന് പറയുന്നത്. മക്കളെ, അതിനകത്ത് കുറച്ച് ആവശ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ പറയും. അത് നിങ്ങൾ എപ്പോഴും പഠിക്കണം. എപ്പോഴും പഠിക്കണം. നോക്കിയേ, സെക്ഷൻ 19 ആവശ്യ ഘടകങ്ങൾ. ഫസ്റ്റ് വൺ കാണാതെ പഠിക്കണ്ട, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സെക്ഷൻ 19 എക്സെപ്ഷനുമായിട്ട് പോവുകയാണെങ്കിൽ, സെക്ഷൻ 19, അതും ഒരു കാര്യം പറയട്ടെ, IPC-യിൽ ഇത് എവിടാടെ? IPC-യിൽ ഇത് എവിടാ വരുന്നത്? എവിടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്? മക്കളെ, IPC-യിൽ ഇത് സെക്ഷൻ 81 ആയിരുന്നു കേട്ടോ.
IPC ഇത് സെക്ഷൻ 81. ഇതും കൂടി പഠിച്ചു പോകണം, ഒരെണ്ണം മാത്രം പിടിച്ചുകൊണ്ടിരിക്കരുത്. IPC സെക്ഷൻ 81 ആണ്. ഇപ്പൊ എത്രയാ? സെക്ഷൻ 19 ആണ്. ഇപ്പൊ സെക്ഷൻ 19. നേരത്തെ എത്രയിലായിരുന്നു? 81 ആയിരുന്നു. 8 1 9 എളുപ്പമുണ്ട്. അപ്പോ നേരത്തെ 81 പറഞ്ഞിരുന്നത് ഇപ്പൊ സെക്ഷൻ 19 അനിവാര്യത. അനിവാര്യത എന്താണെന്ന് മനസ്സിലായി. അപ്പൊ അനിവാര്യതയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടാകാൻ പാടില്ല, ക്രിമിനൽ ഉദ്ദേശം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ആഹാ കിടക്കട്ടെ എന്ന് പറഞ്ഞ് പണി കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സദ്ദേശപരമായിരിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കണം കഥ പിടിച്ച് പൊളിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ മനസ്സിൽ കിടക്കുകയാണ് അവന്റെ വീട് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി ഇടിക്കരുത്. ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനും കൂടെ പോവാണ്. ആ ബോട്ടിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഭയങ്കര ആഴമുള്ളൊരു പുഴയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ആഴമുള്ള പുഴയിലോട് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയൊരു പാറ്റിയോ പല്ലി എങ്ങാണ്ട് ആ ബോട്ടിനകത്തോട്ട് ഇങ്ങനെ ചാടിപ്പോയ സമയം നോക്കിയിട്ട് കൂട്ടുകാരൻ എന്തോ ചെയ്തു, മറ്റവനെ പിടിച്ച് വെള്ളത്തിലോട്ട് ഒറ്റ കയറി. എന്നിട്ട് കോടതി ചെന്ന് പറഞ്ഞു മുങ്ങി മരിച്ചു. കോടതി ചെന്ന് പറഞ്ഞു എന്തുവാ ഈ ഗ്രേറ്റർ ഹാം കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. ഏത്? ഈ പറയുന്ന പല്ലിയോ പാറ്റ എങ്ങാണ്ട് കണ്ടിട്ട് കൂട്ടുകാരനൊന്ന് ഞെട്ടി. ആ ഞെട്ടിയെ തക്കം നോക്കി അവനെ ആ പല്ലിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട്, ആ പാറ്റയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എടുത്ത് വെള്ളത്തിലോട്ടങ്ങ് ഇട്ടു. അവൻ വെള്ളത്തിൽ കിടന്ന് മുങ്ങി മരിച്ചു എന്ന് ചുമ്മാ പറഞ്ഞതാണ്, വെള്ളത്തിൽ വീണു. ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആ സംഭവം എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മുടെ കണ്ടീഷനിൽ പറയുന്നത് ഗ്രേറ്റർ ഹാം ആയിരിക്കണം, അല്ലാതെ പല്ലിയെന്ന് രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ പല്ലി പാറ്റയാണോ വലുത് അതോ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നതാണോ വലുത്. അപ്പൊ അവിടെ കണ്ടീഷൻ പറയുന്ന നോക്കിയേ, ഈ പ്രവൃത്തി അയാൾ ചെയ്യുന്നത് മറ്റൊരു വലിയ ദോഷം തടയുന്നതിന് വേണ്ടിയായിരിക്കണം. ഇതവിടെ നെസസറി ആയിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടാകാൻ പാടില്ല, ഉദ്ദേശം നല്ലതായിരിക്കണം. ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടാകാൻ പാടില്ല, പിന്നെ ഉദ്ദേശം നല്ലതായിരിക്കണം, പിന്നെ വലിയൊരു അപകടം തടയാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കണം. ഇത്രയേ ഉള്ളൂ സെക്ഷൻ 19. അപ്പൊ സെക്ഷൻ 19 നേരത്തെ എത്രയിലായിരുന്നു? IPC 81 ഇപ്പം സെക്ഷൻ 19 ആണ്. നെസസിറ്റി. എന്താ നെസസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ അപകടം, വലിയൊരു ഹാനി ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന ചെറിയൊരു കുറ്റമായിരിക്കും, നല്ല ഇതിനകത്ത് വരത്തുള്ളൂ. ഒരു ചെറിയൊരു പ്രവൃത്തിയാണെങ്കിൽ അതിനെ നമ്മൾ സെക്ഷൻ 19 എക്സെപ്ഷൻ വെച്ചിട്ട് വേണമെങ്കിൽ കോടതിക്ക് ആട്ടോ, ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റില്ല, കോടതിക്ക് വേണമെങ്കിൽ വെറുതെ വിടാം എന്ന് പറയുന്നതാണ് സെക്ഷൻ 19. ഓക്കെ ആണല്ലോ. ഇനി 20, 21 വളരെ എളുപ്പമാണ്. ഞാൻ അതിലേക്ക് PDF പോകുന്നില്ല, അല്ല തന്നെ പറയാണ് മക്കളെ. സെക്ഷൻ 20, 21 രണ്ട് കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. സെക്ഷൻ 20ഉം 21ഉം രണ്ട് കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഏതാണ് ആ കുട്ടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ഇതാണ്. എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, 7 വയസ്സിന്, ഇതിനകത്ത് ഒന്നുമില്ല, ഒരു എക്സെപ്ഷനും ഇല്ല, ഒരു കണ്ടീഷനും ഇല്ല, ഒന്നുമില്ല. 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും പണിഷ് ചെയ്യാൻ പറ്റൂല, ശിക്ഷിക്കാൻ പറ്റൂല. ഒരു കണ്ടീഷനും ഇല്ല, ഒരു ക്ലോസും ഇല്ല, ഒന്നുമില്ല. ഒറ്റ സെന്റൻസിൽ IPC ആണെങ്കിലും BNS2 ആയാലും അത് എഴുതി നിർത്തിയിരിക്കുകയാണ്. ഒന്നുമില്ല, എക്സ്ട്രാ ഒന്നുമില്ല മക്കളെ. 7 വയസ്സിന് താഴെയാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നിങ്ങളെ കുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോംബിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കുട്ടിയെ ഒരു കാരണവശാലും ശിക്ഷിക്കാൻ പാടില്ല. നോക്കി, ഇപ്പൊ നമ്മൾ ഈ BNSുമായി ബന്ധപ്പെട്ട് ഭയങ്കര ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 12 വയസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അത് ഭാഗ്യത്തിന് അത് നടപ്പിലായില്ല എന്നുള്ളതാണ്. 12 വയസ്സിനുള്ള ഈ പറയുന്ന കണ്ടീഷൻ 12 വയസ്സിന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത സെക്ഷൻ വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ സെക്ഷൻ 20 എന്താ? ശൈശവം എന്ന് നമുക്ക് വേണ്ട, ഡോളി ഇൻ കാപ്പെക്സ് നമ്മൾ പറയും കേട്ടോ. ഡോളി ഇൻ കാപ്പെക്സ് നമ്മൾ എല്ലാവരും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് പറഞ്ഞുതരാം. ഡോളി ഇൻ കാപ്പെക്സ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കപ്പാസിറ്റി ഇല്ല. എന്തിന്? ഈ ചെയ്യുന്ന പ്രവൃത്തി ഒരു കുറ്റമാണോ, അല്ലെങ്കിൽ ഇയാൾ ചെയ്താൽ ചത്തുപോകുമെന്നോ, അല്ലെങ്കിൽ തലക്കടി കൊണ്ട് കഴിഞ്ഞാൽ മരിക്കുമെന്നോ, വെള്ളത്തിൽ മുങ്ങിച്ചാവുമെന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കുട്ടിക്ക് തിരിച്ചറിയാനുള്ള ബോധമില്ല, മെച്ചുവേർഡ് അല്ല എന്നാണ് പറയുന്നത്. ഡോളി ഇൻ കാപ്പെക്സ് എന്ന് പറയുന്ന സാധനം. ഡോളി കാപ്പെക്സ് അല്ല, ഡോളി ഇൻ കാപ്പെക്സ് എന്ന് നമ്മൾ പറയാം. അപ്പൊ എന്താണ് ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വയസ്സിന് ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. 7 വയസ്സിന് താഴെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 7 വയസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ എക്സാമിന് 6 വയസ്സെന്നൊക്കെ ആയിക്കളയും കേട്ടോ, നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റങ്ങളൊന്നും കുറ്റങ്ങളല്ല, അത് കുറ്റമേ അല്ലെന്നാണ് പറയുന്നത്. പിന്നെ കുറ്റമായാലേ ശിക്ഷിക്കാൻ പറ്റത്തുള്ളൂ, കുറ്റം അല്ലെങ്കിൽ ശിക്ഷിക്കാൻ പറ്റൂല. അപ്പോ 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും കുറ്റമല്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 20. അപ്പൊ 7 എന്ന് പറയുന്നത് ഓക്കെയാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എന്താ മാറ്റം എന്ന് നോക്കുന്നത്. സെക്ഷൻ 21 അവിടെ ശൈശവം എന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് മക്കളെ. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടി ചെയ്യുന്ന കുറ്റങ്ങളും കുറ്റമല്ല. ശരിയായോ? 7 വയസ്സിനും നേരത്തെ പറഞ്ഞു, സെക്ഷൻ 20 പറഞ്ഞു 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്ന കുറ്റങ്ങളൊന്നും കുറ്റമല്ലെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ, അത് സംശയമൊന്നുമില്ലല്ലോ. 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്ന കുറ്റങ്ങളൊന്നും കുറ്റമല്ലെന്ന് പറഞ്ഞു. ഇത് IPC സെക്ഷനാ, അതുകൂടെ പഠിച്ചങ്ങ് പോണേ. IPC സിമ്പിൾ ആണ്. നേരത്തെ 81 ആണെങ്കിൽ ഇത് 82. പറഞ്ഞു മനസ്സിലായോ? നേരത്തെ 81 എന്തായിരുന്നു? നെസസിറ്റി 81 ആണെങ്കിൽ IPC ഈ പറയുന്ന
വകുപ്പ് ശൈശവം എന്ന് പറയുന്ന സെക്ഷൻ ഇപ്പൊ 82 ശൈശവം ഒന്നും അതിനകത്തില്ല കേട്ടോ. അപ്പോൾ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. IPC 82 ഇപ്പോ സെക്ഷൻ 20 എന്ന് പറയുന്ന IPC നേരത്തെ എത്രയിലായിരുന്നു? 82 അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ 83 ആൾറെഡി അങ്ങ് പറയാം, പിന്നെ കുഴപ്പമില്ലല്ലോ. ഇപ്പോ സെക്ഷൻ 21 എന്താ? സെക്ഷൻ 21 സെക്ഷൻ 20 പറഞ്ഞോടാ മക്കളെ, 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റമേ അല്ല, അതൊരു കുറ്റമേ അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടി ചെയ്യുന്ന കുറ്റങ്ങളും കുറ്റമല്ല. ഓക്കെ ആണല്ലോ? അതാണ് വകുപ്പ് 21. പക്ഷെ അവിടെ കണ്ടീഷനുണ്ട്, മറ്റേതിൽ 20 കണ്ടീഷനൊന്നുമില്ല. 21 ഒരു കണ്ടീഷനുണ്ട്. ഈ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് കുട്ടിക്ക് ബോധം ഉണ്ടായിരിക്കരുത്. ആ പക്വമായി നമ്മൾ മെച്യൂർഡ് ആകാൻ പാടില്ല. അതായത് സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഞാനൊരു 9 വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ വീടിനടുത്തുള്ളൊരു ഒരുത്തൻ അവസരം കിട്ടിയത് നോക്കി ഞാൻ അവനെ കത്തി വെച്ച് ഒരു പള്ളക്ക് ഒരു കയറ്റം കയറ്റി. അറിയാതെ സംഭവിച്ചതാണെന്ന് അവർ കോടതി ഡിഫൻസ് അങ്ങനെയാണ് പറയുന്നത്, അറിയാതെ കുട്ടിക്ക് സംഭവിച്ചതാണ്. പക്ഷെ ഞാൻ ഈ പള്ളക്ക് കത്തി കെട്ടിട്ട് ചെയ്ത് എന്താണെന്ന് അറിയാമോ? ഈ കത്തിയൊക്കെ അതിലെ ബ്ലഡൊക്കെ മൊത്തം തുടച്ച് കളഞ്ഞ് പെതുക്കെ പോയി അവിടെ അപ്പുറത്തെ പറമ്പിൽ നല്ലൊരു കുഴിയൊക്കെ ഒഴിച്ച് ഈ കത്തി ഞാനങ്ങ് പൂഴ്ത്തി അങ്ങ് വെച്ചു. മനസ്സിലായോ? അപ്പോൾ ഞാനത് ചെയ്തത് സദ്ദേശപരമാണോ? എനിക്ക് ഈ പറയുന്ന കുറ്റകൃത്യമാണ്, ഇത് കുറ്റമാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഞാനത് ചെയ്തത്. അതുകൊണ്ടാണ്, മനഃപൂർവ്വമാണ് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വകുപ്പ് 21 പറയുന്നു 7 മുതൽ 12 വയസ്സുള്ള കുട്ടി എന്ന കുറ്റമൊന്നും കുറ്റമല്ല. ഓക്കെയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ അപക്വമായ ധാരണ ശക്തിയാൽ എന്ന് പറഞ്ഞാൽ, അപക്വമായ ധാരണ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ആ ചെയ്തത് ഒരു ക്രൈമാണ്, ഒരു കുറ്റമാണെന്ന് തിരിച്ചറിവുണ്ടാകാൻ പാടില്ല. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ആ കുട്ടിക്ക് അത് കുറ്റമാണെന്ന് തിരിച്ചറിയാം. അതുകൊണ്ടല്ലേ അവൻ ബ്ലഡ് തുടച്ചു കളഞ്ഞിട്ട് കൊണ്ട് കുഴിച്ചിട്ടത്, അല്ലെ? അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോ ഈ പറയുന്ന സെക്ഷൻ 21 നിൽക്കണമെങ്കിൽ ആ കുട്ടിക്ക് അതൊരു ഒഫൻസ് ആണ്, അതൊരു കുറ്റമാണെന്ന് തിരിച്ചറിവ് വരാൻ പാടില്ല, അതൊരു കുറ്റമാണെന്ന ബോധം ഉണ്ടാകാൻ പാടില്ല. ഇത് നോക്കിയേ, പ്യുവർ ആയിട്ടും ഇത് കോടതിയാണ് ആലോചിക്കുന്നത്, അല്ലെ? കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകൾക്കനുസരിച്ചാണ് ഇത് കോടതി ഫിക്സ് ചെയ്യും. ഇവൻ ഇതിനെക്കുറിച്ച് ധാരണയുണ്ടോ, അല്ലെങ്കിൽ ഇവൻ ഇപ്പോൾ 7 വയസ്സ് 12 വയസ്സാണെന്നോ ഇടയിൽ വന്നു കഴിഞ്ഞാൽ കോടതി എപ്പോഴേ ആലോചിക്കുന്നത് കിട്ടിയ എവിഡൻസ് വെച്ചിട്ട് ഇവൻ ഇതൊരു ക്രൈം ആയിരുന്നു, ഇതൊരു ഒഫൻസ് ആണെന്നൊരു ധാരണ ഇവൻ ഉണ്ടായിരുന്നോ? ധാരണയില്ലെങ്കിൽ ഓക്കെ, അവനെ അപ്പോഴേ പറയും അപക്വമായ ധാരണ ശക്തിയാൽ ചെയ്തതാണ്. ഇല്ലെങ്കിൽ അവനെ ശിക്ഷിക്കും. എന്ന് പറയുമ്പോൾ അത് വേറെ ശിക്ഷയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ, അതിനകത്ത് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ 3 സെക്ഷനെ പറഞ്ഞോളൂ: 19, 20, 21. എൻ്റെ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. വകുപ്പ് 19 നെസസിറ്റി, എന്താ? അനിവാര്യത, ഒരു വലിയ അപകടം ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന ചെറിയൊരു കുറ്റം. ചെറിയതാണ്, അതിനൊക്കെ കമ്പാരിറ്റീവിലാണ് ചെറുതെന്ന് വലുതെന്നൊക്കെ പറയുന്നത്. ഇനി സെക്ഷൻ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റം ഒന്നും കുറ്റമല്ല. സെക്ഷൻ 21 എന്താ പറയുന്നത്? 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റമൊന്നും കുറ്റമല്ല. പക്ഷേ ആ കുട്ടി ചെയ്യുന്ന ആ സാധനം അപക്വമായ ധാരണ ശക്തിയാൽ എന്ന് പറഞ്ഞാൽ അതൊരു ക്രൈം ആണെന്ന് ആ കുട്ടിക്ക് അറിയാൻ പാടില്ല, അതൊരു ഒഫൻസ്, അതൊരു കുറ്റമാണെന്ന് കുട്ടിക്ക് തിരിച്ചറിവ് വരാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ വെറുതെ വിടുമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21. ഓക്കെ, ഇനി അടുത്തത് വകുപ്പ് 22, സെക്ഷൻ 22. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരുദ്ദേശപരമായിട്ട് ഉപയോഗിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 22 എന്ന് പറയുന്നത്. ചിത്തഭ്രമം, ഇൻസേനിറ്റി എന്ന് പറയുന്ന സാധനം, അൺസൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ ഇൻസേനിറ്റി എന്ന് പറയുന്ന സെക്ഷനാണ്. ഇപ്പോൾ വകുപ്പ് 22 നേരത്തെ എത്രയാണോ ഞാൻ പറഞ്ഞു? 81 നമ്മൾ തുടങ്ങിയത്. 81, 82, 83 മൂന്നും കഴിഞ്ഞല്ലേ? ഇതിലെന്താ പറയുന്നത്? 81 IPC 81 ഇപ്പൊ എത്ര? 19. IPC 82 ഇപ്പൊ 20. IPC 83 ഇപ്പൊ 21. അപ്പോ ഇത് 22 ആണെങ്കിൽ IPC എത്രയായിരിക്കും? IPC 84 എളുപ്പമാണ് പഠിക്കാൻ. IPC സെക്ഷൻ 84 ആയിരുന്നു. ഇപ്പോ നമ്മുടെ BNS വകുപ്പ് 22 ചിത്രഭ്രമം അല്ലെങ്കിൽ ഇൻസാനിറ്റി അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. സിമ്പിൾ സാധനമാണ്, നമ്മൾ കാലാകാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. ഭ്രാന്തുള്ളവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കില്ല, അവന് മഞ്ഞക്കാടുണ്ട്, അതുകൊണ്ട് അവനെ കോടതി പിടിക്കൂല, പോലീസ് പിടിക്കൂല എന്നൊക്കെ പറയും. അത് തെറ്റാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കാതിരിക്കത്തില്ല, അതവിടെ നിൽക്കട്ടെ, അത് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യം സിമ്പിൾ ആയിട്ട് അങ്ങ് പറയാം. എന്താ സെക്ഷൻ 22 പറയുന്നത്? വകുപ്പ് 22 പറയുന്നത് ഈ പറയുന്ന ഭ്രാന്തുള്ള അവസ്ഥയുള്ള ആള് അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയും എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ്.
നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അതാണ് നിങ്ങൾ പഠിച്ചാലുള്ള കുഴപ്പം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ വിടും. സംഭവിക്കുന്ന സമയത്ത് ആകൃതിന്റെ സ്വഭാവം അതിൻ്റെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഇത് നിങ്ങൾ നോക്കിക്കോളെ. അപ്പോൾ നിങ്ങൾ ഞാൻ പറയാണ്, ഈ മാനസിക പ്രശ്നമുള്ള ആൾ, ചിത്തഭ്രമമുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കോടതി വെറുതെ വിടും. അങ്ങനല്ല, കണ്ടീഷനാണ്. ആ കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇൻസൈൻ ആയിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? പുള്ളിക്ക് എപ്പോഴോ ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ട് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു 30 വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ അവിടെ ഈ സാധനം നിൽക്കത്തില്ല. അവിടെ നമ്മൾ പറയുന്നു, എടുത്തു പറയാണ്, കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് പുള്ളിക്ക് പ്രശ്നം ഉണ്ടായിരിക്കണം, ചിത്തഭ്രമം ഉണ്ടായിരിക്കണം. അത് മാത്രവും പോരാ. നോക്കിയേ, നമ്മൾ പറയും മെഡിക്കൽ ഇൻസാനിറ്റി. നമ്മൾ LLB പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന പോയിന്റ് ആണ്, മെഡിക്കൽ ഇൻസാനിറ്റിയും ലീഗൽ ഇൻസാനിറ്റിയും രണ്ടാണ്. മെഡിക്കൽ ഇൻസാനിറ്റിയും ലീഗൽ ഇൻസാനിറ്റിയും രണ്ടാണ്. മെഡിക്കൽ ഇൻസാനിറ്റി വേറെ, ലീഗൽ ഇൻസാനിറ്റി വേറെ. നിങ്ങൾക്ക് എവിടെയെങ്കിലും സർട്ടിഫൈഡ് ഉണ്ട്, നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഞാൻ എനിക്ക് പ്രശ്നമുള്ള ആളാണെന്ന് പറഞ്ഞ് കോടതി ചെന്ന് കഴിഞ്ഞാൽ കോടതി എടുത്ത് വെളിയിൽ കളയും. കോടതിയിൽ അത് എടുക്കൂല. ലീഗൽ ഇൻസാനിറ്റി വേറെയാണ്. കോടതിക്ക് മനസ്സിലാകണം ഇവന് പ്രശ്നമുണ്ട്, ആ ക്രൈം ചെയ്യുന്ന സമയത്ത് ഇവന് ഈ കുഴപ്പമുണ്ടായിരുന്നു, അതെന്താണ്, അത് ക്രൈം ആണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവനില്ലായിരുന്നു, ഞാൻ ചെയ്യുന്ന കുറ്റമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലായിരുന്നു. ഇതാണ് ലീഗൽ ഇൻസാനിറ്റി. അല്ലാതെ നിങ്ങൾ പണ്ടപ്പോഴോ 20 വയസ്സിലോ 25 വയസ്സിലോ പണ്ടങ്ങാണ്ട് നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് പോകുന്നവനെല്ലാം അടിക്കുക, തന്തയ്ക്ക് വിളിക്കുക, കല്ലെടുത്തെറിയുക, ഇതൊക്കെ ചെയ്ത് അത് മെഡിക്കൽ ഇൻസാനിറ്റിയാണ്. അത് കോടതി നിൽക്കൂല. കോടതി മെഡിക്കൽ ഇൻസാനിറ്റി അല്ല വേണ്ടത്, കോടതിയിൽ ഇത് ലീഗലി ഇൻസൈൻ ആണെന്ന് തെളിയിക്കണം. ലീഗലി ഇൻസൈൻ ആകണമെങ്കിലാണ് കോടതിക്ക് എന്തൊക്കെ സാധനങ്ങൾ അറിയണം. എടാ, കോടതി നോക്കുന്നത് ഇവൻ ഈ ചെയ്യുന്ന സമയത്ത്, ഫേമസ് ആയിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട് കേട്ടോ, ഈ ലീഗൽ ഇൻസാനിറ്റി എന്ന് പറയുന്നത് തെളിയിക്കാനായിട്ട്. ഇവൻ ഇത് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തെളിയണം. ഏത് പ്രശ്നം? അവൻ അപ്പൊ ചിത്തഭ്രമം ഉണ്ടായിരിക്കും. കഴിഞ്ഞ മാസം ചില ആളുകൾക്ക് ഈ പറയുന്ന മാനസിക പ്രശ്നമൊക്കെ സീസണിലാണ്, ഈ പറഞ്ഞ ചൂട് കൂടുന്ന സമയത്ത് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കോടതി നോക്കും കേട്ടോ, ഞാൻ തമാശ പറഞ്ഞില്ല, അതൊക്കെ കോടതി നോക്കും. ആ സമയത്ത് ആ പ്രശ്നം ഉണ്ടായിരുന്നു, ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഇത് ആ സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു നോക്കും. പിന്നെ അത് മാത്രമല്ല, ആ ചെയ്യുന്ന സമയത്ത് ഈ ചെയ്യുന്ന കാര്യം, ഈ ചെയ്യുന്ന പ്രവൃത്തി ഒരു ക്രൈം ആണെന്ന് പുള്ളിക്ക് അറിയാൻ പാടില്ല. അതേ എക്സാമ്പിൾ വെച്ചൊരു ഒരു ഭയങ്കര വലിയൊരു കേസുണ്ട്. ഒരു ഭാര്യയെ ഭർത്താവ് അടിച്ചു കൊല്ലുകയാണ്. അടിച്ചു കൊന്നു വേണ്ടി പുള്ളിക്കും നേരത്തെ ഭവൻലാൽ ദാസിന്റെ കേസാണ്. അപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ വെച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഈ ഡിഫൻസ് എടുത്തു, അയ്യോ എനിക്ക് വട്ടാണേ, സോറി അങ്ങനെ പറയാൻ പാടില്ല, എനിക്ക് മാനസിക പ്രശ്നം ഉള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് കോടതി പോയി നോക്കി. കോടതി പോയി നോക്കിയപ്പോഴത്തേക്ക് പുള്ളി ചെയ്ത നേരത്തെ അതേ പരിപാടി. പുള്ളി ഈ ക്രൈം ചെയ്തിട്ട്, ക്രൈം ആണെന്ന് അറിയത്തില്ല, പുള്ളി പറഞ്ഞത് ഡിഫൻസ് ആണ് പറഞ്ഞത്, എനിക്കത് അറിയത്തില്ലായിരുന്നു, ആ സമയത്ത് എനിക്ക് മാനസിക പ്രശ്നം വന്നു, ഞാൻ അറിയാതെ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി അതൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ പറയുന്ന ക്രൈം ചെയ്തിട്ട്, ഒഫൻസ് ചെയ്തിട്ട് പുള്ളി എന്ത് ചെയ്തെന്നാണ് കോടതി നോക്കിയത്. പുള്ളി നേരത്തെ പറഞ്ഞ കണക്കത്തെ പരിപാടിയാണ് ചെയ്തത്. ഈ പറയുന്ന ആ കുറ്റകൃത്യം ചെയ്യാനായിട്ട് ഉപയോഗിച്ച വെപ്പണൊക്കെ നല്ലപോലെ ആസിഡൊക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി. അവിടെ കിടന്ന ബ്ലഡ് സ്റ്റെയിൻ മൊത്തം റിമൂവ് ചെയ്ത്, അത് മറ്റേ സിനിമയിൽ കാണുന്ന കണക്ക് തറ മൊത്തം വൈറ്റ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി, പിന്നെ ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാനുള്ള പരിപാടികളെല്ലാം ചെയ്ത് മാക്സിമം പുള്ളി ഈ പറയുന്ന ക്രൈം പുറത്തറിയാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരിയെ കൊണ്ട് വേറെ കുഴിച്ചിട്ട് പരിപാടികളെല്ലാം ചെയ്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ഡിഫൻസുമായിട്ട് എനിക്ക് വട്ടാണ് എന്ന്, എനിക്ക് ഞാൻ മെഡിക്കലി ഇൻസൈൻ ആണെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് വന്നു. അപ്പോൾ കോടതി പറഞ്ഞു, എടാ മോനെ, ആ പരിപാടി നിന്റെ കൈ വെച്ചിരുന്നാൽ മതി, നിനക്ക് ഈ പറയുന്ന സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിനക്ക് ചിത്തഭ്രമം ഉണ്ടായിരിക്കും, പക്ഷേ അത് കഴിഞ്ഞ് നീ ചെയ്ത കാര്യങ്ങളല്ല ഒരു പ്രശ്നം. കാരണം നിനക്ക് ആ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അറിയാം, നിന്നെ പിടിച്ച് കോടതി പുറത്തിടും, നീ ചെയ്ത് ക്രൈം ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ നീ ആ പറയുന്ന തെളിവുകളെല്ലാം നശിപ്പിക്കാൻ നോക്കിയത്. അതാണ് പറയുന്നത്. അവിടെ ലീഗൽ ഇൻസാനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് കോടതി എപ്പോഴും നോക്കുന്നത്. മെഡിക്കലി ഇൻസൈൻ ആണെന്ന് പറഞ്ഞ് കോടതി അംഗീകരിക്കില്ല. അപ്പൊ മക്കളെ, സെക്ഷൻ 22 എന്താ പറയുന്നത്? ചിത്തഭ്രമം. കുറ്റം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തിക്ക് മാനസിക പ്രശ്നമുണ്ട്, ആ കുറ്റത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ല, അപക്വമാണ്, എന്താണ് ഞാൻ ചെയ്യുന്നതെന്നൊരു ബോധ്യമില്ല, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ എക്സ്ക്യൂസ് ചെയ്യാം, നിങ്ങളെ ആ പറയുന്ന പണിഷ്മെന്റിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 22. IPC എത്രയായിരുന്നു? IPC 84 ആയിരുന്നു മക്കളെ. സിമ്പിളാ. 81, 82, 83, 84 സിമ്പിൾ അല്ലേ? 81 തുടങ്ങി 84 വരെ നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോ BNS 19, 20, 21, 22. 19, 20, 21, 22 സിമ്പിൾ അല്ലേ? നേരത്തെ എത്രയായിരുന്നു? 81, 82, 83, 84 ഇത്രയും സെക്ഷനുകളായിരുന്നു നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 19 മുതൽ 22 വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വകുപ്പ് 21. അപ്പോൾ 84 കഴിഞ്ഞ് 85 അല്ലെ? 81, 82, 83, 84, 85. ലഹരി, ഇൻടോക്സിക്കേഷൻ സിമ്പിളാണ്, നമുക്കറിയാവുന്നതാണ്. നിങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട്, മദ്യത്തിനോ ഈ പറയുന്ന ഡ്രഗ്സിനോ എന്തിനോ അടിമപ്പെട്ട് നിങ്ങൾ ഒരു ക്രൈം ചെയ്തു, ഒരു ഒഫൻസ് ചെയ്തില്ല, വണ്ടി കൊണ്ട് ഇടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും തലയടിച്ച് പൊട്ടിച്ചതായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്താലും
നിങ്ങളെ കോടതി വെറുതെ വിടും. പിന്നെ ഇപ്പൊ വെറുതെ വിടും? ഇല്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. അവിടെ കണ്ടീഷൻ ഉണ്ട് അല്ലെ, എല്ലാത്തിനും കണ്ടീഷൻ. അങ്ങനെ ഇപ്പൊ നമ്മൾ മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറയാൻ പറ്റൂല. ആ ഡിഫൻസ് ഇവിടെ വർക്ക് ആവത്തില്ല. അവിടെ വരുന്ന ഡിഫൻസ് സെക്ഷൻ 23 വരണമെങ്കിൽ നമ്മൾ സ്വയം ഇൻടോക്സിക്കേറ്റഡ് ആകാൻ പാടില്ല. സ്വയം ലഹരിക്ക് നമ്മൾ എടുത്തിട്ട് പറയുന്ന കുറെ ഒരു 2 ലിറ്റർ മദ്യമൊക്കെ അങ്ങോട്ട് കുടിച്ചിട്ട് ഒരുത്തനെ കാർ കയറ്റി ഇടിച്ചും കൊന്നു, എന്നിട്ട് പറയാണ് സാറേ ഞാൻ മദ്യലഹരിയിലായിപ്പോയി അതുകൊണ്ട് എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫൻസ് അവിടെ എടുക്കാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടീഷൻ ആണ് പറയുന്നത്. ഓക്കെ, ആ വ്യക്തിയുടെ അറിവ് കൂടാതെയോ സമ്മതമില്ലാതെയോ. അറിവ് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല എടുത്തു വെച്ച് കുടിച്ചത്, സമ്മതമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് വായിലേക്ക് കൊണ്ട് കുത്തി കൊടുത്തതാണ്. രണ്ടും ഓക്കെയാണ്, രണ്ടും കറക്റ്റ് സെയിം അല്ലേ? അപ്പൊ എന്താ പറയുന്നത്, 23 ഡിഫൻസ് വേണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇൻടോക്സിക്കേഷൻ, നിങ്ങൾ മദ്യം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടോ നിങ്ങൾ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എക്സ്ക്യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങൾ മദ്യത്തിനോ ഈ പറയുന്ന സാധനങ്ങൾക്കോ അടിമപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വെറുതെ അല്ല, നിങ്ങളുടെ അറിവ് കൂടാതെ ആയിരിക്കണം. നിങ്ങളെ ആരെങ്കിലും ബലപ്രയോഗത്തിലോ, സമ്മതമില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെയാ, ബലപ്രയോഗിച്ചിട്ടായിരിക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, ഡിഫൻസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നോക്കിയേ, തന്റെ ഇഷ്ടത്തിനെതിരായി ലഹരി ഉപയോഗിക്കുക വഴി, ഡ്രഗ്സ് ഉപയോഗിക്കുക വഴി നിർണയശക്തി എന്താണെന്ന് അറിയാൻ പറ്റുന്നത്. നിർണയശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ നടക്കുന്നത് അറിയാൻ വയ്യ. അതാണല്ലോ നമ്മൾ ഈ വെള്ളം വളരെ പൂസായിട്ട് പോയിട്ട് ആളുകൾ ഇടിച്ചു കയറ്റുന്നത്, നമുക്ക് ബോധമില്ല എന്താണ് എന്റെ ചുറ്റും നടക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തതാണ്. അതാണ് ഈ നിർണയശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതെങ്ങനെ ആയിരിക്കണം? വെറുതെ അല്ല, നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് വെച്ച് കുടിച്ചിട്ട് പോയി ഇടിക്കാൻ പാടില്ല, നമ്മുടെ അറിവുണ്ടാകാൻ പാടില്ല, നമ്മുടെ സമ്മതത്തോടാകാൻ പാടില്ല. ബലം പ്രയോഗിച്ചൊക്കെ ആണെങ്കിൽ ഈ സെക്ഷന്റെ ഡിഫൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ സെക്ഷൻ 23 പറയുന്നത്. അപ്പൊ സെക്ഷൻ 23 എന്താ പറയുന്നത്? അപ്പോൾ കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. സ്വയം എടുത്തു വെച്ച് കുടിച്ചിട്ട് ഈ ഡിഫൻസ് ഒന്നും എടുക്കാൻ പോകരുത്. നമ്മളെ വേറൊരാൾ നിർബന്ധിപ്പിച്ചോ നമ്മുടെ സമ്മതമില്ലാതെയോ ബലം പ്രയോഗിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെക്ഷൻ 23 ഡിഫൻസുമായിട്ട് നിങ്ങൾക്ക് പോകാം, നിങ്ങളെ കോടതി എക്സ്ക്യൂസ് ചെയ്യും. അപ്പോൾ 19 മുതൽ 23 വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 19 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ എത്രയായിരുന്നു? IPC 81 ആയിരുന്നു. 81 മുതൽ 85 വരെ, 19 മുതൽ 23 വരെ. 19 എന്താ പറയുന്നത്? നെസസിറ്റി. 20 എന്താ? 7 വയസ്സിന് താഴെ. 21 എന്താ? 7-നും 12-നും താഴെ. 23 എന്താ? ചിത്തഭ്രമം അല്ലെ, ഇൻസൈൻ ആയിട്ടുള്ള പേഴ്സൺ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇനി ഈ 23 എന്തായിരുന്നു? 23 പറയുന്നത് ഇൻടോക്സിക്കേഷൻ, ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. സ്വന്തമായിട്ടല്ല, മറ്റൊരാളെ നിർബന്ധിക്കുക എന്ന് പറയുന്നത് അതും വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ്. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 പെഗ്ഗും കണ്ട് അടിച്ച്, പിന്നെ അങ്ങോട്ട് നമ്മൾ കൂട്ടുകാരൻ നിർബന്ധിച്ചു, നീ കുടിക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ നിർബന്ധിച്ച് കുടിച്ച് നല്ലപോലെ ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഇടിച്ച് കയറ്റി മതിലിടിച്ച് പൊളിച്ചു കളഞ്ഞു. അപ്പോൾ അത് കേസായപ്പോഴത്തേക്ക് കൂട്ടുകാരൻ പോയിട്ട് കോടതിയെ വായിച്ചത് എന്റെ സമ്മതമില്ലാതെ മറ്റൊരാൾ നിർബന്ധിച്ചിട്ടാണ്. കൂട്ടുകാരൻ സ്നേഹത്തോടെ പറഞ്ഞു, എടാ നീ ഒരെണ്ണം കൂടെ അടിക്കടാന്ന് പറഞ്ഞു. ഇത് പുള്ളിക്കാരൻ പോയി ഡിഫൻസ് ആയിട്ട് എടുത്തു. അപ്പൊ അതൊന്നും ഇത് ഞാൻ പറയുന്നത്, നിങ്ങൾ നാളെ വക്കീലന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസുകാരൊക്കെ ആകുമ്പോൾ ഇതൊരു ഡിഫൻസ് ആണ് നിങ്ങൾ കരുതരുത്. ഇതൊന്നും ഡിഫൻസ് അല്ല. അത് പറയുന്ന കാര്യം മാന്യമായിട്ടുള്ള പ്രവൃത്തി ആയിരിക്കണം. നമ്മളെ നിർബന്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ഫോഴ്സ്ഫുള്ളി ബലം പ്രയോഗിച്ച് നിർബന്ധിക്കുന്ന കാര്യമാണ് പറയുന്നത്. അല്ലാതെ ചെറിയ നിർബന്ധത്തിൽ വഴങ്ങിപ്പോകുന്ന ആളുകൾ ഈ ഡിഫൻസുമായിട്ട് പോകാൻ പാടില്ല. ഓക്കെ, അപ്പം 19 മുതൽ 23 വരെയുള്ള സെക്ഷനുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. IPC-യിലാണെങ്കിൽ 81 മുതൽ 85 വരെയുള്ള സെക്ഷനുകളാണ് കഴിഞ്ഞത്. ഇനി നോക്കിയേ, വകുപ്പ് 26 കൺസെന്റ്, അനുമതി. നല്ല സെക്ഷനാണ്. എന്താണ് കൺസെന്റ്, എന്താണ് അനുമതി എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നോക്കിയേ, സെക്ഷൻ 26 പറയുന്നത് മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശമില്ലാതെ, അത് ക്രിമിനൽ ഇന്റൻഷൻ വരാൻ പാടില്ല. നമ്മൾ എല്ലാത്തിനും എല്ലാ സെക്ഷനും ഉള്ളതാണ്. നിങ്ങൾക്ക് ക്രിമിനൽ ഉദ്ദേശം വരാൻ പാടില്ല. അല്ലാതെ ഒരാളുടെ ഗുണത്തിനായി, അയാളുടെ ആ ഗുണത്തിനായിട്ട് സമ്മതത്തോടെ ചെയ്യുന്ന പ്രവൃത്തി, സമ്മതത്തോടെയല്ല, നോക്കേ, അടുത്ത വകുപ്പ് 26 കൺസെന്റ്, അനുമതി. ഇത്രയേ ഉള്ളൂ. അനുമതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു വ്യക്തിയുടെ ഗുണത്തിനായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ വ്യക്തിയുടെ ഗുണത്തിനായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തി, അയാളുടെ നല്ല ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. അങ്ങനെ നമ്മളൊരു പ്രവൃത്തി മൂലം ഈ പറയുന്ന പ്രസ്തുത വ്യക്തിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാൽ, പറഞ്ഞത് മനസ്സിലായോ? അയാളുടെ സമ്മതത്തോടെയാണ് അയാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അതുമൂലം ഈ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രവൃത്തി ഏതാണോ ആ വ്യക്തിക്ക് ഈ പറയുന്ന ക്രിമിനൽ ഒഫൻസിന് വിധേയമാകേണ്ട ആവശ്യമില്ല, അതൊരു കുറ്റമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 26. എന്താ സെക്ഷൻ 26 പറയുന്നത്?
നമുക്ക് ഈ പറയുന്ന രണ്ടാമത്തെ വ്യക്തി ഗുണകരമായിട്ട് ഭവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ആ പറയുന്ന വ്യക്തിയോട് നമ്മൾ സമ്മതവും ചോദിച്ചിട്ടുണ്ട്, അയാളുടെ കൺസെന്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അബദ്ധവശാൽ ആ പ്രവൃത്തി മൂലം ഈ പ്രസ്തുത വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പിഴവ്, ഒരു പ്രശ്നം സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയെങ്കിൽ അപ്പോൾ നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 26. ഒന്ന് വായിച്ചേ. മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശമില്ല, അവിടെ അത് ആ ഒരു ഉദ്ദേശം പാടില്ല. മരണം സംഭവിക്കുന്ന ഉദ്ദേശത്തോടു കൂടി ആവാൻ പാടില്ല. ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ചെയ്യുന്ന പ്രസ്തുത പ്രവൃത്തി ഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഡോക്ടറിന്റെ എക്സാമ്പിൾ ഇതിനകത്ത് നമുക്ക് എടുക്കാവുന്നല്ലോ. ഡോക്ടർ വരുന്നു, പേഷ്യന്റിനോട് സംസാരിക്കുന്നു, പേഷ്യന്റിനോട് പറയുന്നു, എടാ ഇതുപോലെ ഒരു സർജറി നിനക്ക് ചെയ്യേണ്ടതുണ്ട്. ഉത്തമ വിശ്വാസം, ഗുഡ് ഫെയ്ത്തിലാണ് പറയുന്നത്, ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല. ഡോക്ടർ പറയുകയാണ്, മോനെന്നല്ല 2 വയസ്സിന് മുകളിലുള്ള ആളാണ് പറയുന്നത്. പുള്ളിയോട് പറയുകയാണ്, എടാ നീ നിനക്ക് ഈ സർജറി ചെയ്തില്ലെങ്കിൽ നിനക്ക് നാളെ ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് പ്രശ്നമായിട്ട് മാറും, ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ രോഗി പറയുന്നു, ഓക്കെ ഡോക്ടറെ എനിക്ക് വിശ്വാസമാണ്, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, കൺസെന്റ് കൊടുക്കുന്നു. പക്ഷെ അബദ്ധവശാൽ ആ പറയുന്ന സർജറിക്ക് ശേഷം ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഡോക്ടറിനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 26. അപ്പൊ സെക്ഷൻ 26 എന്താ പറയുന്നത്? അനുമതി, കൺസെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രസ്തുത വ്യക്തി കൺസെന്റ് കൊടുത്തിട്ടുണ്ട്, അയാളുടെ ഗുണത്തിനായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അപകടം സംഭവിച്ചു. അങ്ങനെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 26. ഓക്കെ ആണല്ലോ. നേരത്തെ നമ്മൾ 85 വരെയാണ് പറഞ്ഞത്, ഇത് 88 88 വകുപ്പ് 88 IPC പറഞ്ഞുകൊണ്ടിരുന്നത്, വകുപ്പ് 26. ഇപ്പോൾ BNS വകുപ്പ് 26 വരുന്നത്. നോക്കിയേ, അടുത്തത് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടല്ലേ. ഓക്കെ, അടുത്ത വകുപ്പ് 27 കൺസെന്റിനെ കുറിച്ചാണ് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ കൺസെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെന്റ് തരുന്ന വ്യക്തിക്ക് കൺസെന്റ് കൊടുക്കാൻ പറ്റൂല. അത് മനസ്സിലായോ? അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്. ആ കുട്ടിക്ക് ഒരു കാരണവശാലും കൺസെന്റ് കൊടുക്കാൻ പറ്റില്ല. അതിന് ഗാർഡിയനോ ആ കുട്ടിയുടെ പേരന്റോ ആണ് നമുക്ക് കൺസെന്റ് തരേണ്ടത്. അപ്പോൾ കൺസെന്റ് ലീഗലി തരാൻ പറ്റാത്ത വ്യക്തികളിൽ നിന്ന് നമ്മൾ കൺസെന്റ് എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ ആരുടെ നിന്ന് കൺസെന്റ് എടുക്കണം? ആ വ്യക്തിയുടെ ഗാർഡിയന്റെ കയ്യിൽ നിന്നോ പാരന്റിന്റെ കയ്യിൽ നിന്നോ കൺസെന്റ് എടുത്തു. എന്തിനു വേണ്ടിയാ? ഗുണപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. നല്ല ഉദ്ദേശത്തോടു കൂടി, ക്രിമിനൽ ഇന്റൻഷൻ ഇല്ലാതെ ആ കുട്ടിക്ക് നല്ല കാര്യം സംഭവിക്കണം എന്ന് ആ കുട്ടി മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന ഇൻസൈൻ ആയിട്ടുള്ള പേഴ്സന്റെയും എന്തെടുക്കേണ്ടി വരും? കൺസെന്റ് പേരന്റിന്റെന്നോ ഗാർഡിയന്റെ നിന്നോ എടുക്കേണ്ട കേട്ടോ. ഇത് വകുപ്പ് 27 പറയുന്നത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളോ മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികളോ ഇവരുടെയൊക്കെ കൺസെന്റ് എടുക്കേണ്ടത് അറിയുന്ന അവരുടെ പേരൻസിന്റെ കയ്യിൽ നിന്നോ അവരുടെ ഗാർഡിയന്റെ കയ്യിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവരുടെ കൺസെന്റ് എടുത്തു കഴിഞ്ഞു. ആരായാലും കൺസെന്റ് എടുത്തു. എന്തിനു വേണ്ടിയാണ് എടുത്തത്? ഈ പറയുന്ന വ്യക്തികളുടെ ഒരു നല്ല ഉദ്ദേശത്തിനായിട്ട്, ഗുണപരമായ കാര്യത്തിന് വേണ്ടി കൺസെന്റ് എടുത്തു. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപകടം സംഭവിച്ചു. ഈ വ്യക്തിക്ക് നമ്മൾ ഈ പറയുന്ന കുട്ടിയുടെ ആണെങ്കിലും ആ മാനസിക പ്രശ്നമുള്ള വ്യക്തിക്കാണെങ്കിലും നമ്മുടെ ഒരു അബദ്ധം സംഭവിച്ചു, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ക്യൂസ് ചെയ്യാം. ആ വ്യക്തിയെ നമുക്ക് പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 27 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ സെക്ഷൻ 26 ആണെങ്കിലും 27 ആണെങ്കിലും കൺസെന്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? സെക്ഷൻ 26 ആണെങ്കിലും സെക്ഷൻ 27 ആണെങ്കിലും കൺസെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് 88 ആണെങ്കിൽ ഇത് 89 ഇത് 88 ആണെങ്കിൽ ഇത് 89 ആണ്. 88ഉം 89ഉം ഏത്? IPC 88 89 എന്നാണ് പറഞ്ഞത്. മക്കളെ 88ലും 89ലും കൺസെന്റ് തന്നെയാ പറയുന്നത്. വ്യത്യാസം ഇവിടെ നമ്മൾ കൺസെന്റ് എടുക്കുന്നത് ഒരു വ്യക്തിയുടെ, കാരണം കൺസെന്റ് എടുക്കാൻ പറ്റുന്ന വ്യക്തി ആയിരിക്കും. അത് 20 വയസ്സുള്ളതാകാം, 30 വയസ്സുള്ളതാകാം. കൺസെന്റ് എടുത്തു, പുള്ളിയുടെ ഗുണത്തിന് വേണ്ടി ചെയ്തതാണ്, നല്ല ഉദ്ദേശമാണുള്ളത്, ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല, മരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ നമുക്കൊരു അപകടം സംഭവിച്ചു. ആ പറയുന്ന വ്യക്തിക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടാം. ഇനി 27 പറയുന്നത് IPC 89 പറയുന്നത് സെയിം തന്നെയാണ്. അത് 12 വയസ്സിന് താഴെയുള്ള കുട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മാനസിക പ്രശ്നമുള്ള വ്യക്തിയോ ആണെങ്കിൽ ഗാർഡിയന്റെ നിന്നോ പേരൻസിന്റെ നിന്നോ നമ്മൾ കൺസെന്റ് എടുത്തു കഴിഞ്ഞു. അങ്ങനെ കൺസെന്റ് എടുത്തു എന്തിനു വേണ്ടിയാ? ഗുണപരമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് അവിടെ ക്രിമിനൽ കണ്ടീഷനാണ് പറയുന്നത് കേട്ടോ. ഗുണപരമായ കാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കണം. പിന്നെ നമുക്കവിടെ ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു അപകടം സംഭവിച്ചു. അങ്ങനെയാണെങ്കിലും ആ വ്യക്തിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പറയുന്ന ക്രൈമായിട്ട് കണക്കാക്കി, ഒഫൻസ് ആയിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 27. IPC സെക്ഷൻ എത്രയായിരുന്നു? 89 ഓക്കെ ആണല്ലോ. ഓക്കെ, അത് പറയുന്നുണ്ട്. ഗാർഡിയൻ ആണെന്നോ അല്ലെങ്കിൽ ആളുകളുടെ ഓക്കെ, അത് സെയിം തന്നെ.
അപ്പൊ നോക്കി ഇവിടെ കുട്ടികളെ ഇന്നിപ്പോൾ നമ്മൾ പറയുന്നില്ല, അപ്പോൾ ഒരു കുട്ടിക്കാണ് നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷനാണ് വന്നത്, ഒരു കുട്ടിക്കാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിയുടെ നമുക്ക് ഒപ്പിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ലീഗലി ഇത്ര ഏജ് ആയി കഴിഞ്ഞാൽ കൺസെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുട്ടിയുടെ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എന്തോ ഗാർഡിയൻ്റെ ആയിരുന്നോ പേരൻസിൻ്റെ ആയിരിക്കും നമ്മൾ എന്താ ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസെന്റ് വാങ്ങിച്ചു കഴിഞ്ഞു, അവരുടെ ഗുണപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ കുട്ടിയെ ഈ പറയുന്ന ഡോക്ടറിനെ ശിക്ഷിക്കുക. ഡോക്ടറിനെ ആയാലും ആരെയായാലും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറിന്റെ നെഗ്ലിജൻസ് എന്ന് പറയുന്ന കേസ് വേറെ ഉണ്ട്, അത് ടോർട്ടാണ്. അത് ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ അതറിയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വരുന്നില്ലെങ്കിലും വേറെ കേസ് കൊടുത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. സിവിൽ കേസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഇതെല്ലാം ടോർട്ട് എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്. നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും പഠിക്കും കേട്ടോ. പോലീസുകാരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് ആവശ്യമില്ല, ചിലപ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, അടുത്ത വകുപ്പ് 30 കൺസെന്റ് ഇല്ല. നോക്കിയേ, നമ്മൾ 27 പറഞ്ഞു, 28 പറഞ്ഞു, ഇത് രണ്ടും പറഞ്ഞു. ഇവിടെ രണ്ടും ഞാൻ പറഞ്ഞു കൺസെന്റ് ഉണ്ട്, സമ്മതമുണ്ട്. പക്ഷേ 30ലേക്ക് വരുമ്പോൾ 29 നമുക്ക് ആവശ്യമില്ല. 29, 26, 27 പറഞ്ഞേ, 26, 27 ആണേ. 26, 27 പറഞ്ഞു, 28, 29 നമുക്ക് ആവശ്യമില്ല. ഇനി 30ലേക്ക് വരുമ്പോൾ നോക്കി, 26, 27 കൺസെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ 30 കൺസെന്റ് ഇല്ല. പക്ഷെ ഒരു സാധനമുണ്ട്, ഉത്തമ വിശ്വാസം, ഗുഡ് ഫെയ്ത്ത്. എന്ത്? ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഞാൻ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന ഉത്തമ ബോധ്യം അല്ലെങ്കിൽ ഉത്തമ വിശ്വാസം. എന്താ പറഞ്ഞത്? സെക്ഷൻ 30 വ്യത്യാസം. ഈ 26ഉം 27ഉം നമ്മളുടെ മെയിൻ വ്യത്യാസം, 30 നമ്മൾ കൺസെന്റ് എടുക്കുന്നില്ല, നമ്മൾ തോന്നിവാസമാണ് കാണിക്കുന്നത്. അങ്ങനെ തന്നെ വെച്ചോ, കൺസെന്റ് എടുക്കണം, പക്ഷെ നമ്മൾ കൺസെന്റ് എടുക്കുന്നില്ല. കാരണമുണ്ട്, കൺസെന്റ് എടുക്കാൻ പറ്റാത്തതിന്റെ കാരണമുണ്ട്. ഈ എക്സാമ്പിൾ അത്ര ശരിയല്ല കേട്ടോ, ഈ അയാളെ ഞാൻ തമ്മിൽ എത്തിയിരിക്കുന്നത്. കാരണം കൺസെന്റ് എടുക്കാൻ പറ്റുന്നതിന് കാരണമുണ്ട്. ആ കൺസെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കരുത്. എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാവും. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ട് കൊണ്ടുപോകാണ്, നിങ്ങളില്ല, ആ കൂട്ടുകാരനെ ആരോ കൊണ്ടെത്തിക്കുകയാണ്. ഓടിക്കൊണ്ടുവരുന്ന കൂട്ടുകാരൻ ഒട്ടും നല്ലൊരു സാഹചര്യത്തിലല്ല കൂട്ടുകാരൻ അവിടെ ചെന്നിരിക്കുന്നത്, മരണപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൊണ്ടുപോവാണ്. ആ സമയത്ത് നമ്മൾ ഡോക്ടർ ആരുടെ കൺസെന്റ് ആണ് വാങ്ങിക്കുന്നത്? അവിടെ കൺസെന്റ് വാങ്ങാൻ പറ്റില്ല. ഡോക്ടർ എന്താണ്? അയാളുടെ ഗുഡ് ഫെയ്ത്ത്, അയാളുടെ ഉത്തമ വിശ്വാസത്തിൽ അയാളുടെ സർജറി ചെയ്യുകയാണ്. അങ്ങനെ സർജറി ചെയ്തപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ഒന്നാമത്തെ പ്രശ്നം, അവിടെ കൺസെന്റ് വാങ്ങാൻ ഒരാളില്ലായിരുന്നു, അത് ഒന്നാമത്തെ കാരണം. പിന്നെ അത് മാത്രമല്ല, ഡോക്ടറിന് ഉറപ്പുണ്ട് ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഈ വ്യക്തിയുടെ നല്ലതിന് വേണ്ടിയാണ്, അയാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് ഉറപ്പുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടും എന്ന് ഉറപ്പുണ്ട്. ഉത്തമ വിശ്വാസം, ഉത്തമ ബോധ്യം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്കത് ചെയ്യാം. അങ്ങനെയാണെങ്കിലും ഈ പ്രസ്തുത വ്യക്തിയെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, ഒരു ഒഫൻസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 30. അപ്പോൾ സെക്ഷൻ 30ഉം 26, 27 എന്നുള്ള വ്യത്യാസം, 26ലും 27ലും കൺസെന്റ് ഉണ്ട്. സെക്ഷൻ 30ൽ കൺസെന്റ് ഇല്ല, പക്ഷെ അയാൾക്കുള്ള ഒരു സാധനം ഗുഡ് ഫെയ്ത്ത് ആണ്. എല്ലായിടത്തും ഗുഡ് ഫെയ്ത്ത് ഉണ്ട് കേട്ടോ. ഉത്തമ വിശ്വാസം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എല്ലാം വരുന്നതാണ്. എനിക്ക് ഉത്തമ വിശ്വാസം, ഞാനിത് ചെയ്യുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഉത്തമ വിശ്വാസം. അപ്പൊ ഇവിടെ ഉള്ളത് ഉത്തമ വിശ്വാസം, സത്വിശ്വാസം അല്ലെങ്കിൽ ഉത്തമ വിശ്വാസം എന്ന് പറയുന്നത് ഗുഡ് ഫെയ്ത്ത് നമ്മൾ പറയും. ആ ഗുഡ് ഫെയ്ത്ത് ആണ്. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം ഇല്ല കേട്ടോ, അയാളുടെ സമ്മതം എടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല. അതുകൊണ്ടാണ് കേട്ടോ സമ്മതം എടുക്കാത്ത റീസൺ ഉണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ അല്ല, സമ്മതം എടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല, അതുകൊണ്ട് എടുക്കുന്നില്ല. ഒരാൾ ചെയ്യുന്ന പ്രവർത്തി ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. റൈറ്റ്. അതാ കണ്ടീഷൻ പറയുന്നുണ്ട്. ഒരാളുടെ ഗുണത്തിനായി നിയമാനുസൃത സംരക്ഷണം, ഗാർഡിയനോ ഇല്ല, പേരന്റോ ഇല്ല, ഇവരാരും ഇല്ലാത്തതുകൊണ്ടാണ് കൺസെന്റ് എടുക്കാത്തത്. കൺസെന്റ് അവിടേക്ക് ആളുകൾ നിന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് അവരെ ഈ പറയുന്ന അയാളെ ഞാൻ സിനിമയിൽ എനിക്ക് തോന്നുന്നു കൺസെന്റ് എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ, സിനിമ എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു കൺസെന്റ് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നു. നിങ്ങൾ ഓർത്ത് നോക്കി, ഇടത്ത് നിങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്തിരുന്നത് ആദ്യം, അത് അങ്ങനെ ആയിരുന്നു. എനിക്ക് സിനിമ കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. അവസാനം ഈ പറയുന്ന പുള്ളിക്കാരൻ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതായിട്ട് ഓർമ്മയുണ്ട്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കുട്ടിയാണ്, പാരന്റിന്റെ കൺസേൺ എടുക്കുന്നില്ലല്ലോ. കൺസേൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, കൺസെന്റ് ഉണ്ടെന്നോ പാരന്റിനോട് സംസാരിച്ചെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി. അപ്പൊ ഒരാളുടെ ഗുണത്തിനായി നിയമാനുസൃതമായിട്ടുള്ള വ്യക്തികളില്ല, പാരന്റ് ഇല്ല, ഗാർഡിയൻ ഇല്ല, മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണ് കൺസെന്റ് വാങ്ങാത്തത്. പിന്നെ അറിയാം അയാളുടെ ഗുണത്തിനായിട്ട് ഉത്തമ വിശ്വാസത്തിനായിട്ട് ചെയ്തതാണ്, അയാളുടെ ഗുണത്തിനായിട്ട് ഉത്തമ വിശ്വാസത്തിനായിട്ട് ചെയ്തതാണ്. ഉത്തമ വിശ്വാസം കൊണ്ട് ഗുണത്തിനായിട്ട്. വിഷ്ണു എന്ന കുട്ടിയോട് തീ പിടിച്ച വീട്ടിലാണ് ബ്രിങ്ങാൻഡ് രക്ഷ, നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ തീ പിടിക്കുകയാണ്. തീ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിൽക്കുകയാണ്, നോക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി തീ പൊള്ളലേറ്റ് നിൽക്കുകയാണ്, എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. അപ്പൊ ഞാൻ കുട്ടിയെ ഒരു ബെഡ്ഷീറ്റിനകത്ത് പൊതിഞ്ഞിട്ട് താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് താഴേക്ക് എത്തിക്കാൻ വേറെ മാർഗ്ഗമില്ല. അപ്പൊ താഴെ 2 പേര് ഒരു ഷീറ്റ് പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഞാൻ ആ കുട്ടിയെ എടുത്ത് താഴേക്ക് ഇട്ടു.
അപ്പൊ ഞാൻ വേറെ ആരോടും ചോദിച്ചില്ല, കൺസെന്റ് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അവിടെ പോയിട്ട് അമ്മേ ഞാൻ ഈ കുട്ടിയെ താഴോട്ട് ഇട്ടോട്ടെ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു ഒഫൻസ് ആണെന്നുള്ളത് സത്യമാണ്. പക്ഷേ എനിക്ക് കൺസെന്റ് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ആ കുട്ടിയെ രക്ഷിക്കണം, എൻ്റെ ഉത്തമ വിശ്വാസമാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും, അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് ഞാൻ ആ കുട്ടിയെ താഴേക്ക് എടുത്തിരുന്നു. അത് ഒരു ഒഫൻസ് അല്ല. അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ഒഫൻസ് ആയിട്ട് കണക്കാക്കണ്ട എന്ന് പറയുന്നതാണ് സെക്ഷൻ 30. മക്കളെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഞാൻ കുറച്ച് സെക്ഷനുകളാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മൾ 19 മുതൽ 23 വരെ പറഞ്ഞല്ലേ? 19 മുതൽ 23 സെക്ഷൻ IPC ആണെങ്കിൽ 81 മുതൽ 85 വരെ ഒറ്റ കാര്യമായിട്ടാണ് പറഞ്ഞത്. 19 എന്താ പറയുന്നത്? 19 നെസസിറ്റി ആണ് പറഞ്ഞല്ലേ? നെസസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അനിവാര്യത. 19 നെസസിറ്റി അല്ലെങ്കിൽ അനിവാര്യത. അപ്പൊ 19 പറഞ്ഞു കഴിഞ്ഞ് പിന്നെ 20 ഓർത്തോർത്ത് വന്നേ. 19 നെസസിറ്റി, അനിവാര്യത. 20 എന്താ പറഞ്ഞത്? കുട്ടികളുടെ കാര്യമാണല്ലോ. 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെന്ന് കുറ്റമേ അല്ല, ഒന്നുമില്ല, വേറെ കണ്ടീഷൻ ഒന്നുമില്ല. ഇനി 19 കഴിഞ്ഞു, 20 കഴിഞ്ഞു. 19 എന്താണ്? നെസസിറ്റി പറഞ്ഞു. എന്താ പറഞ്ഞു? വലിയൊരു ഹാം ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന ചെറിയൊരു കുറ്റമാണ്. കണ്ടീഷൻ എല്ലാം ഓർത്തിരിക്കണം. വലിയ ഹാം ആയിരിക്കണം, ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടാകാൻ പാടില്ല, സദുദ്ദേശപരമായിരിക്കണം ഒക്കെ 19 പറയുന്നുണ്ട്. 20 കണ്ടീഷൻ ഒന്നുമില്ല. 7 വയസ്സിന് താഴെയാണോ? കുറ്റമല്ല. 21 7 വയസ്സിനും 12 വയസ്സിനും ചെയ്യുന്ന ഒരു കുറ്റം, അപക്വമായ ധാരണയാൽ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അപക്വമായ ധാരണയാൽ ചെയ്യുന്ന കുറ്റമാണെങ്കിൽ കുട്ടിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21. അപക്വമായ ധാരണ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആ കുട്ടിക്ക് അത് എന്താണ്, കുറ്റമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ധാരണ ഉണ്ടാകാൻ പാടില്ല. അതാണ് സെക്ഷൻ 21. 22ലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? 22ലേക്ക് വരുമ്പോൾ പറയുന്നത് നമ്മുടെ ഇൻസെയിൻ പേഴ്സൺ, ഇൻസാനിറ്റി അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് എന്നൊക്കെ പറയും. അൺസൗണ്ട് മൈൻഡ് എങ്കിൽ ഇൻസാനിറ്റി, ചിത്തഭ്രമം എന്ന് പറയുന്ന സാധനമാണ്. ചിത്തഭ്രമം എന്താ കണ്ടീഷൻ? ആ സമയത്തുണ്ടായിരിക്കണം. ആ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ബോധ്യം ഉണ്ടാകാൻ പാടില്ല. ആ ചെയ്യുന്ന പ്രവൃത്തി ഒരു കുറ്റമാണെന്നൊരു ബോധ്യം ഉണ്ടാകാൻ പാടില്ല. അതാണ് പറഞ്ഞത് ലീഗൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞത്. മെഡിക്കൽ ഇൻസാനിറ്റി എന്ന സർട്ടിഫിക്കറ്റ് മാത്രം മതി. ലീഗൽ ഇൻസാനിറ്റി അങ്ങനെയല്ല, ആ സമയത്ത് ചിത്രഭ്രമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി ഒരു കുറ്റമാണെന്ന് തിരിച്ചറിയാൻ പാടില്ല. അതാണ് സെക്ഷൻ 22. സെക്ഷൻ 23 പറയുന്നത് എന്താ? ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എടുത്ത് വെച്ച് കുടിക്കുക അല്ലെ? മദ്യപാനം, എന്തോ ആയിക്കോട്ടെ, ഡ്രഗ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെക്ഷൻ 23 എന്താ പറയുന്നത്? അതും സ്വയം എടുത്തു വെച്ച് കുടിക്കുന്നതായിരിക്കും, മറ്റാരെങ്കിലും പ്രേരിപ്പിക്കുക, നിർബന്ധിക്കുക, ബലം പ്രയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കലക്കി തരിക, ഇതെല്ലാം സെക്ഷൻ 23 വരും. അപ്പോ 81, 82, 83, 84, 85 IPC 83 മുതൽ 85 വരെ പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ BNS-ൽ 19 മുതൽ 23 വരെ പറഞ്ഞിരിക്കുന്നതാണ് ഇത്രയും സെക്ഷനുകൾ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാക്കി കുറച്ച് സെക്ഷനുകൾ കൂടി മാത്രമേ ഉള്ളൂ. 88, 89, 92 3 സെക്ഷനുകൾ. 26, 27, 30 എവിടെ? IPC-ൽ 88, 89, 92. ഇനി BNS-2-ലാണെങ്കിൽ 26, 27, 30 എന്നിങ്ങനെ 3 സെക്ഷനുകളാണ് BNS-ലുള്ളത്. എന്താ 88, എന്താ 89, എന്താ 92? ഇത് രണ്ടും പറയുന്നത് കൺസെന്റിനെ കുറിച്ചാണ്. എന്താണ്? കൺസെന്റ് ഉണ്ട്. ഏതിലാണ്? 26-ലും 27-ലും. 88, 89 സെയിം ആണ്. 26-ലും 27-ലും കൺസെന്റ് വാങ്ങിയിട്ടുണ്ട്. 26-ലാണെങ്കിൽ കൺസെന്റ് വാങ്ങാൻ പറ്റുന്ന പ്രായമാണ്. 20 വയസ്സുള്ള 30 വയസ്സുള്ള ആളാണ്. അയാളുടെ ഗുണപരമായ ആവശ്യത്തിന് വേണ്ടിയാണ്, ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല, നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഒഫൻസ് ആയിട്ട് കൂട്ടാൻ പാടില്ല. 27-ലാണെങ്കിൽ അങ്ങനെ കൺസെന്റ് വാങ്ങാൻ പറ്റാത്ത ആളുകളാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയോ ചിത്രഭ്രമം ബാധിച്ച ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കൺസെന്റ് ആരുടെ നിന്ന് വാങ്ങി? നമ്മൾ പേരന്റിന്റെ കയ്യിൽ നിന്നോ ഗാർഡിയനിൽ നിന്നോ കൺസെന്റ് വാങ്ങിയിട്ടുണ്ട്. കുട്ടിയുടെ ഈ പറയുന്ന വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടി ചെയ്തതാണ്, സദുദ്ദേശപരമാണ്, ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല, മരണം വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ 27 വെച്ചിട്ട് എക്സ്ക്യൂസ് ചെയ്യാം. ഇനി 30-ലാണ് പറയുന്നത് നോ കൺസെന്റ് ഇല്ല, പക്ഷേ ഉത്തമ വിശ്വാസമുണ്ട്, നമുക്കറിയാം, ഗുഡ് ഫെയ്ത്ത് ആണ്, ഞാൻ എൻ്റെ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ഗുണത്തിനായിട്ട് ചെയ്യുന്നതാണ്, അങ്ങനെ ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല, അത് എക്സ്ക്യൂസ് ചെയ്യാമെന്ന് സെക്ഷൻ 30-ൽ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സെക്ഷനുകൾ. ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് ഒരു കാര്യം കൊണ്ടായിരുന്നു, പബ്ലിക് ന്യൂസൻസ് കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ആ പോർഷനും കംപ്ലീറ്റ് ആയിരുന്നു. 270 മുതൽ വരുന്ന ഭാഗങ്ങളാണ്. നേരത്തെ 268 ആയിരുന്നു, ഇപ്പൊ 270 ആണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കുക, നന്നായിട്ട് വായിക്കുക. ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ടോപ്പിക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഡെയിലി കുറച്ച് ടോപ്പിക്ക് വന്നിരിക്കും. എല്ലാം കൂടെ കിട്ടിയ ഉടനെ തീർക്കണമെന്നില്ല. കുറച്ച് ഒരു അരമണിക്കൂർ, ഒരു അരമണിക്കൂർ മതി തീർക്കാനായിട്ട്. അരമണിക്കൂർ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. വീണ്ടും ഇത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് കിട്ടുമ്പോൾ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക.